സോറി എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ എററാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് സ്ക്രീൻ ബ്ലാങ്ക് ആയിപ്പോയി. ആ, ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഉപകാരമാണ്. കേൾക്കാമല്ലോ അല്ലേ? എന്താണെന്ന് അറിയില്ല. എൻ്റെ സ്ക്രീനിൽ കാണുന്നില്ല. കമൻറ്റ്സ് ഹായ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആ, അതല്ലാതെ ഒന്നും വരുന്നില്ല. ഇനി നെറ്റ്വർക്ക് ഡിലേഡ് ആണോ എന്നൊരു സംശയം ഉണ്ട്. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഹലോ? ഓക്കെ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നല്ല പേജ് കമൻറ്റ് സെക്ഷനിൽ ഫീഡുകളൊന്നും വരുന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും എറർ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ആയിരിക്കാം. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഞാൻ ഫേസ്ബുക്കിൽ ലൈവിലൊക്കെ വരുമ്പോൾ കാണുന്ന ഒരു സ്ക്രീനല്ല ഇതിനകത്ത് വരുന്നത്. ഒരു ഇപ്പോൾ എന്താ ഫേസ്ബുക്കിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു, ഫേസ്ബുക്ക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനകത്ത് ആർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആകപ്പാടെ എനിക്ക് എൻ്റെ ഫേസ് അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഇപ്പം കമൻസ് ഇപ്പം വരാൻ തുടങ്ങി. കുറച്ച് പേർക്ക് അറിയാം, അറിയാത്തവർക്ക് എൻ്റെ പേര് ഫെബിൻ സിറിയക് എന്നാണ്. വീട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് വീട്. ഞാനൊരു നേഴ്സാണ്. ഇപ്പം യു കെയിൽ സ്കോട്ട്ലാൻഡിൽ അബഡീൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഒരു ഏകദേശം 10 വർഷം കഴിഞ്ഞു യു കെയിൽ വന്നിട്ട്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഭാര്യയുടെ കലാവിരുതാണ് നമുക്ക് സൈഡിൽ കാണാം. ലോക്ക്ഡൗണിൻ്റെ കലാവിരുതുകളാണ് തലയിൽ കാണുന്നത്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളെ കുറിച്ച് ഞാൻ പറയാം. അപ്പം അത് കഴിഞ്ഞ് അതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ സെക്ഷനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് തോന്നുന്നു മെസ്സേജസിന് ഒരു ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പല മെസ്സേജുകളും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. ഇപ്പം രഞ്ജു കേൾക്കാമെന്ന് പറഞ്ഞ മെസ്സേജ് ഇപ്പോഴാണ് ഓഡിബിളായിട്ട് വരുന്നത്. അപ്പം ടോപ്പിക്കുകൾ ഞാൻ ഒരു 3-4 കാറ്റഗറൈസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ആർക്കൊക്കെ യു കെയിൽ വരാൻ പറ്റും, അല്ലെങ്കിൽ യു കെയിൽ വരാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം. രണ്ടാമത്തത് ഇപ്പോഴത്തെ പ്രസൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ. മൂന്നാമത്തത് നിങ്ങൾ വരികയാണെങ്കിൽ ഫാമിലി ആയിട്ട് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അജിനോറയുടെ ഗ്രൂപ്പിലുള്ളവരും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കൂടുതൽ ആൾക്കാരും നേഴ്സുമാരാണ്. അപ്പം നേഴ്സുമാർക്ക് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ, അതാണ് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം ഇത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സസ് ആണ്. അപ്പം നഴ്സുമാർക്ക് ആദ്യം തന്നെ എല്ലാവർക്കും എന്താ പറയുക, നഴ്സസ് വീക്കെൻ്റെയും അല്ലെങ്കിൽ നഴ്സസ് ദിനത്തിൻ്റെ ആശംസകൾ. ഒരുപക്ഷെ ഇന്നലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ പോലെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും നേഴ്സുമാർക്ക് ഒരു നഴ്സസ് ദിനം ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നത്. എങ്കിലും ഈ കാലത്ത് ആ ഒരു പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ കൺസിഡറേഷൻ നഴ്സുകൾക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെയുള്ള നഴ്സുമാർ വളരെയധികം സന്തോഷവാനാണ്. രണ്ടാമത്തത്, ഒരുപക്ഷെ കോവിഡ് കൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പല രാജ്യങ്ങളും അവർ എന്താ പറയുക, ഡിഫൻസിനും മറ്റ് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പം ഒരു ഹെൽത്തിലേക്ക് വളരെ ഒരു ഇനഫായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം പലരും അതൊരു ഹെൽത്ത് എന്ന് പറയുന്നൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലിയ ഒരു മാറ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഒരുപക്ഷെ കൂടുതൽ ഭാവിയിലേക്ക് ഒത്തിരി നേഴ്സുമാർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു ഇതാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി
ആദ്യത്തെ ടോപ്പിൽ ഞാൻ ഇതിനകത്തൊരു സ്ക്രീൻ ഷെയർ ഓപ്ഷൻ നോക്കിയിരുന്നു. പക്ഷേ ഇതൊരു പേജിലായതുകൊണ്ടാണ് തോന്നുന്നു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആർക്ക് യു കെയിൽ വരാമെന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ ഇത് യു കെയിൽ ഒരാൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോബ് വേണം. ജോബ് മാത്രം പോരാ, വിസ വേണം. വിസ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് ഗൈഡൻസ്, അതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്. യു കെയിൽ ഒരാൾക്ക് ഒരു എംപ്ലോയർക്ക് വിസ തരണമെങ്കിൽ ആ എംപ്ലോയർക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടാകണം. അപ്പോൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവർസീസ് ആയിട്ടുള്ള ഒരു മൈഗ്രൻ്റ് വർക്കറെ സ്പോൺസർ ചെയ്യാനുള്ള വിസയാണ്. അപ്പം അത് നമ്മൾ നോർമലി എംപ്ലോയേഴ്സ് യു കെ വിസ ആൻഡ് ഇമിഗ്രേഷൻ, അതിനാണ് ഹോം ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് 4 വർഷത്തേക്കാണ്. ആ ലൈസൻസിൻ്റെ കീഴിൽ അവർക്ക് ആൾക്കാരെ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാം. ഇനി മൈഗ്രൻ്റ് വർക്കേഴ്സ് റിക്രൂട്ട് ചെയ്യുമ്പോൾ എംപ്ലോയേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർ പ്രൂവ് ചെയ്യണം ഇവിടെ അവർക്ക് ഒരു ലോക്കലി ഒരു വർക്കറെ കിട്ടാനില്ല, ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു ഒക്യുപ്പേഷനിൽ ഒരാളെ കിട്ടാനില്ല എന്നൊരു രീതിയിൽ അവർ ഇത് ചെയ്യണം. ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈസി ആയിരിക്കും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അല്ലാതെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ സെക്ഷൻ പറയുമ്പം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞത് എംപ്ലോയേഴ്സ് അതിനിവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇനി നേഴ്സായിട്ട് ഒരാൾക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഒരാൾക്ക് വരണമെങ്കിൽ അവർക്ക് മിനിമം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അവർക്ക് ഏറ്റവും കുറഞ്ഞത് 30,000 രൂപ ആനുവൽ സാലറി കൊടുക്കണം. അവരുടെ ജോബ് എന്ന് പറയുന്നത് മിനിമം 30,000 പൗണ്ട് ആനുവൽ സാലറി ഉള്ള ജോബായിരിക്കണം. രണ്ടാമത്തത് അവരുടെ ജോബ് NQF ലെവൽ എന്ന് വെച്ചാൽ നാഷണൽ ക്വാളിറ്റി ഫ്രെയിംവർക്ക് ലെവൽ 6 മുകളിലുള്ള ജോബായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് ജോബ് കിട്ടത്തുള്ളൂ. ഇനി ഈ NQF 6 എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. അതാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവലുള്ള ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജോബ് കിട്ടത്തുള്ളൂ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. 30,000 രൂപ സാലറി കൊടുത്തിരിക്കണം. രണ്ടാമത്തത് അവർ അത് 2 സ്റ്റാർട്ടാണെങ്കിൽ 30,000 സാലറി കൊടുത്തിരിക്കണം. രണ്ടാമത്തത് ഈ പറയുന്ന ഹോം ഓഫീസ് ലിസ്റ്റ് ചെയ്ത ക്വാളിഫിക്കേഷൻ ആപ്ലിക്കൻ്റ് ഉണ്ടായിരിക്കണം. ഇതാണിത്. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേഴ്സുമാർ പോലെയുള്ള ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഗവൺമെൻറ്റിന് ഒരു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. ഏകദേശം അതിനകത്തൊരു 10-40ഓളം ജോബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പം ആ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉള്ളവർക്ക് ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാർ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലാണ്. ഷോർട്ടേജ് ഓക്യുപ്പേഷനിൽ ഇവിടെ ആവശ്യത്തിന് വർക്കേഴ്സിനെ കിട്ടില്ല അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഗവൺമെൻറ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഇത് ചെയ്ത പ്രിപ്പയർ ചെയ്ത ലിസ്റ്റാണ്. ആ ലിസ്റ്റ് എല്ലാ വർഷവും റിവ്യൂ ചെയ്യും. ആ ലിസ്റ്റിൽ നേഴ്സുമാർ ഷോർട്ടേജ് ആണ്. അതുകൊണ്ടാണ് നേഴ്സുമാർക്ക് ഇന്ന് യു കെയിൽ വരാൻ പറ്റുന്നത്. ഒരു പക്ഷേ നേഴ്സായിട്ട് വരാൻ പോകുന്ന പലർക്കും അറിയാം, നേഴ്സുമാരുടെ സാലറി എന്ന് പറയുന്നത് NHSൻ്റെ ബാൻഡ് 5 സാലറി എന്ന് പറയുന്നത് ഏകദേശം 24,000 ആണ്. അപ്പോൾ ഈ 24,000 30,000 സാലറി മീറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നേഴ്സുമാരെ ഡിപ്ലോമ ഉള്ളവർക്ക് വരാം. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. അപ്പം എല്ലാവർക്കും ജോലി യു കെയിൽ കിട്ടില്ല. ഒത്തിരി ആൾക്കാർ MBA പഠിച്ചവർ ചോദിക്കുന്നു എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ആൾക്കാർക്ക് ചോദിക്കുന്നു. അവർക്ക് ഇതാണ് ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം. ഇവിടെ ആ ജോബിന് ഷോർട്ടേജ് ഉണ്ടാകണം. രണ്ടാമത് 30,000 രൂപ സാലറി കൊടുക്കണം എന്ന്. ഇനി ഇതിൽ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടുള്ളത് ഒരു പക്ഷേ ചിലവർക്ക് അറിയാമായിരിക്കും. എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള ജോബുകളൊക്കെ വളരെ കുറച്ച് കാറ്റഗറികൾ മാത്രമേ ഈ അടുത്ത കാലം വരെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏപ്രിൽ മാസത്തിൽ വന്ന പുതിയ ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള എല്ലാ ജോബുകളും ഇപ്പോൾ ഷോർട്ടേജ് ലിസ്റ്റിലാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, EC ആയിക്കോട്ടെ, എല്ലാ ജോബുകളും ഇപ്പം ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ളവർക്ക് ഇനി ഓപ്ഷൻസ് യു കെയിൽ ഓപ്ഷൻസ് ഉണ്ട്. ജോബുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. കാരണം ഇതിനു മുമ്പ് വളരെ കുറച്ചുള്ള കാറ്റഗറി ഉള്ളവർക്ക് വരാൻ പറ്റുള്ളായിരുന്നു. ബാക്കിയുള്ളവർ യു കെയിൽ വരാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് വർക്ക് ചെയ്യുന്ന കമ്പനി അവരെ ഇവിടെ അയച്ചു, കോൺട്രാക്റ്റിൽ അയച്ചു. ആ കോൺട്രാക്ട് കഴിയുമ്പോൾ തിരിച്ചു പോകണം. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ അവർക്ക് ഡയറക്റ്റ് ജോബ് എടുത്ത് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഷോർട്ടേജ് ലിസ്റ്റിലാണ്. ഈ പറയുന്ന സാലറി റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തത് അവർക്ക് എഞ്ചിനീയറിംഗ് സെക്ടറുള്ളവർക്കാണ് എങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു ക്വാളിഫിക്കേഷൻ്റെയോ ഇത് ചെയ്തതിൻ്റെ ആവശ്യമില്ല. അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യണം. അതല്ലാതെ മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല.
രജിസ്ട്രേഷൻ ആവശ്യമുള്ളത് മെയിനായിട്ട് ഹെൽത്ത് കെയർ സെക്ടറിലും അല്ലെങ്കിൽ ടീച്ചിങ് സെക്ടർ അങ്ങനെയുള്ള സെക്ടറിലാണ്. ഇപ്പം ഡോക്ടേഴ്സിനാണെങ്കിൽ ഇവിടെ പ്ലാബ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഡെൻറ്റിസ്റ്റാണെങ്കിൽ അവർക്കും ഉണ്ട്, അവരുടെ എക്സാംസ് ഉണ്ട്, റിസർച്ച് 2 പാർട്ടുണ്ട്. ഫാർമസിക്കാണെങ്കിലും സെയിം ഇതുണ്ട്. ഫിസിയോതെറാപ്പി ആണെങ്കിലും ഫിസിയോതെറാപ്പിയുടെ ഇതിൽ HPC രജിസ്ട്രേഷൻ വേണം. ഇനി സോഷ്യൽ വർക്കേഴ്സിനും രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ആ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അവരുടേതായ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. ഏതെങ്കിലും പർട്ടിക്കുലർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഇതാണ് ബേസിക്കായിട്ട് UK വരണമെങ്കിൽ ഒരാൾക്ക് വേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആൾക്കാർ സെക്ഷൻ എന്ന് പറയുന്നത് കോവിഡിൻ്റെ സിറ്റുവേഷനാണ്. ഏകദേശം ഇവിടെ 30,000-ന് മുകളിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇപ്പം പ്രസൻ്റ്ലി ഇവിടുത്തെ ഫസ്റ്റ് ഫേസ് കോവിഡിൻ്റെ കഴിഞ്ഞു. ഇപ്പം സെക്കൻഡ് കഴിഞ്ഞ് ഇപ്പോഴത്തെ നമ്പേഴ്സൊക്കെ ഒത്തിരി ലോവറായി. ഹോസ്പിറ്റലുകളിലുള്ള പേഷ്യൻ്റ് ഓക്യുപ്പൻസി എന്ന് പറയുന്നത് ഏകദേശം 60%. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന അപ്പോയിൻമെൻറ്റുകളൊക്കെ തന്നെ വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് തൊട്ട് ഇവിടെ 4 ഇവിടെ UK എന്ന് പറയുന്ന 4 മെയിൻലാൻഡായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇംഗ്ലണ്ടിൽ ഇന്ന് തൊട്ട് എല്ലാവരോടും തിരിച്ച് ജോലിയിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഇപ്പോൾ. അതേപോലെ ആൻറ്റിബോഡി ടെസ്റ്റോ കാര്യങ്ങൾ ഒക്കെ വരുന്നു. അപ്പം സോഷ്യൽ ഡിസ്റ്റൻസ് എംപ്ലോയേഴ്സിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൂളുകൾ ജൂണിൽ തുറക്കുമെന്ന് പറയുന്നു. അതേപോലെ UK ഇന്ന് ലോകത്തിലെ ഒരു UK മാത്രം പ്രത്യേകതയാണ് UK അല്ലെ ഒരു എയർപോർട്ടുകളും ഇതുവരെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇൻബൗണ്ടിനും ഔട്ട്ബൗണ്ട് പാസഞ്ചേഴ്സിനും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ലോകത്തെ ഓരോ രാജ്യമായി ഫുള്ളായിട്ട് എയർപോർട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ യാതൊരു ഇതുണ്ടെങ്കിൽ അത് UK ആണ്. അതുകൊണ്ട് UK ഇപ്പോഴും വരുന്നതിനോ ഇതിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. സ്കോട്ട്ലൻഡിൽ അടുത്ത 3 ആഴ്ചയും കൂടി ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടേതായ നിങ്ങൾ സ്റ്റേ ഹോം എന്നാണ് പറയുന്നത്. എമർജൻസി ആയിട്ടുള്ള ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എക്സസൈസിനോ മറ്റു കാര്യങ്ങൾക്കോ പുറത്ത് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. നമ്മളെ ഇത് ചെയ്യില്ല. കാരണം ആൾക്കാർ ആരും തന്നെ പുറത്ത് പോകുന്നില്ല, എല്ലാവരും ഇത് ചെയ്യുന്നു. ഞാൻ ഓഫീസിലാണ്, പക്ഷേ ഞാൻ ഓഫീസിൽ വേറെ ആരുമില്ല, ഈ ബിൽഡിങ്ങിൽ ആരുമില്ല. അപ്പം അതുകൊണ്ട് ഓഫീസിലാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഒക്കെ മാറുമെന്നാണ് അറിയുന്നത്. ഇനി UK റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും. കാരണം ഫ്ലൈറ്റ്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പം ഒരു ഇഷ്യൂ ഉള്ളത്. ഫ്ലൈറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരംഭിക്കും. ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഏതെങ്കിലും ജോബ് കിട്ടുമോ എന്നുള്ളതാണ്. ഇതാണ് കാറ്റഗറി. അണ്ടർ ഗ്രാജുവേറ്റ്സിന് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ ഡിഗ്രി പഠിക്കാത്ത ഒരാൾക്ക് ജോലി കിട്ടില്ല അൺലെസ് നിങ്ങളുടെ ആ ജോബ് ഇവിടെ ഷോർട്ട് ലിസ്റ്റിലുള്ളതാണെങ്കിൽ. ഉദാഹരണം പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്, ഡിപ്ലോമയേ ഉള്ളൂ, ഡിഗ്രി ഇല്ല. പക്ഷേ എന്തുകൊണ്ട് നഴ്സുമാർക്ക് ജോലി കിട്ടുന്നു? നഴ്സുമാരുടെ ജോബ് ഇവിടെ ഷോർട്ട് ലിസ്റ്റാണ്. അടുത്തത് മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് അല്ലെങ്കിൽ നഴ്സുമാരല്ലാത്തവർക്ക് IELTS വേണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയർമാർക്ക് IELTSൻ്റെ ആവശ്യകതയില്ല. IELTS ആരും ഒരു റിക്വയർമെൻ്റ് ആയിട്ട് ചോദിക്കുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യകതയില്ല. നിങ്ങൾക്ക് IELTS എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണം. അത് UK വിസയ്ക്ക് വേണ്ടിയിട്ട് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് IELTS വേണം. അത് UK വിസ ആൻഡ് ഇമിഗ്രേഷൻ്റെ IELTS അക്കാഡമിക്കിന് 4 ബാൻഡ് മതി. അത് നിങ്ങൾക്ക് വേണം. അത് ആരായാലും നിങ്ങൾ Tier 2 വിസയിലാണ് വരുന്നതെങ്കിൽ വേണം. അതല്ലാത്ത ആൾക്കാർക്ക് വേണ്ട ആവശ്യമില്ല. ഇനി ഫാർമസിസ്റ്റ് പ്രൊഫഷൻസ് ഷോർട്ട് ലിസ്റ്റിലാണോ എന്ന്. ഫാർമസിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലല്ല. പക്ഷേ ഫാർമസിസ്റ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കോഴ്സ് ചെയ്യണം. അപ്പോൾ അത് 1 ഇയർ കോഴ്സും പിന്നെ അതിൻ്റെ മുകളിൽ കമ്പൽസറി ട്രെയിനിങ്ങും ചെയ്യണം. എന്നാൽ മാത്രമേ ഫാർമസി രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. ഓഡിയോളജി ജോബ് ഡയറക്റ്റ് ഇട്ടാൽ ഓഡിയോളജി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഡയറക്റ്റ് കിട്ടാം. ഓഡിയോളജി പക്ഷേ ഷോർട്ടേജ് ലിസ്റ്റാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ റേഡിയോഗ്രാഫേഴ്സ് അങ്ങനെയുള്ള ഇതൊക്കെ അത് എനിക്ക് ചെക്ക് ചെയ്യണം. ആ ഷോർട്ടേജ് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ
നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ടയർ 2 ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഇനി അപ്പം കോവിഡിൻ്റെ സിറ്റുവേഷൻ കാര്യങ്ങൾ ഇവിടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉടനെ മറ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളെല്ലാവിധം ലോക്ക്ഡൗൺ മെഷേഴ്സ് ഉണ്ടാകും എന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. ഒരു വർഷത്തോളം ലോക്ക്ഡൗൺ മെഷേഴ്സ് ഉണ്ടാകും. ലോക്ക്ഡൗൺ മെഷേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വർഷത്തോളം ഉണ്ടാകും. പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വെച്ചാൽ ഗ്രാജ്വലി ഓരോ കാര്യങ്ങളും മാറി ചേഞ്ച് ചെയ്ത് വരും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെവലാണ് ഇന്നോട്ട് ചെയ്യുന്നത്. ആൾക്കാരോട് തിരിച്ച് ബാക്ക് ടു വർക്കിലേക്ക് പോകാൻ പറയുന്നു, പറ്റുന്നവരോടൊക്കെ. അല്ലാത്തവരോട് വർക്ക് ഫ്രം ഹോമിൽ പറയുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും പഴയ നോർമൽ സിറ്റുവേഷനിലേക്ക് വരുന്നു. ഒരേ ഒരു കാര്യമാണ് ഇതിൽ പുതിയതായിട്ട് UK ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. UKയുടെ എയർപോർട്ടുകളിൽ അവർ ഇനി തൊട്ട് വരുന്നവർക്ക് 14 days ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ നാട്ടിലെ അതേ സെയിം സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്ന് തൊട്ട് വരും എന്നതറിയില്ല, പക്ഷേ ഉടനെ അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. GLP എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാനതിനെക്കുറിച്ച് പറയാം. ഇനി അടുത്ത ഒരിത് ഈ UK റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, UKയിൽ ഭയങ്കരമായ ടാക്സ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ടാക്സാണ്. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഉള്ളൊരു കാര്യം, UKയിൽ സ്റ്റാൻഡേർഡ് ടാക്സ് എന്ന് പറയുന്നത് 20% ടാക്സ് ആണ്. പക്ഷേ ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തെ ഇതിലാണ് ടാക്സ്. ഒരു വർഷം ചില ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ തൊട്ട് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ മാർച്ച് വരെയുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ ഇയറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ വർഷവും ഗവൺമെൻറ് ഒരു മിനിമം ലിവിങ് കോസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പറയും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2019 അത് 12,500 പൗണ്ടായിരുന്നു. ഈ 12,500 പൗണ്ടിന് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം 12,500 പൗണ്ട് വരെയാണെങ്കിൽ, അല്ലെങ്കിൽ 12,000 താഴെയാണെങ്കിൽ നിങ്ങൾ യാതൊരു ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 12,500 പൗണ്ടിൻ്റെ മുകളിൽ വരുന്ന എമൗണ്ടിന് അപ് ടു 42,000 വരെയുള്ള പൗണ്ടുകൾക്ക് നിങ്ങൾ 20% ടാക്സ് കൊടുക്കണം. അപ്പം നിങ്ങളുടെ സാലറി ഇത് ചെയ്ത് സാലറി ബേസ് ചെയ്തിട്ടാണ് ടാക്സ് ഇത് ചെയ്യുന്നത്, 20% ടാക്സ്. അപ്പം നിങ്ങളുടെ ആനുവൽ ഇൻകമാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഇൻകം 42,000 മുകളാണ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 40% ടാക്സ് കിട്ടും. അതാണ് ടാക്സ് സിസ്റ്റം. ഇനി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷോർട്ട് ലിസ്റ്റിലുള്ള ജോബിന് IELTS വേണ്ടതെന്ന് അല്ല ചോദിക്കുന്നുണ്ട്. ഷോർട്ട് ലിസ്റ്റിലുള്ള ജോബിന് IELTS വേണമെന്നല്ല, ഓരോ ജോബിൻ്റെയും റിക്വയർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നേഴ്സുമാർക്ക് ജോലി കിട്ടണമെങ്കിൽ IELTS വേണം. ഇനി സോഷ്യൽ വർക്കേഴ്സിന് ജോബ് കിട്ടണമെങ്കിൽ IELTS വേണം. അത് ആ രജിസ്റ്റേർഡ് കൗൺസിൽ ഏതാണോ പർട്ടിക്കുലർ ആയിട്ടുള്ള കൗൺസിൽ, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും അതേപോലെ ടീച്ചിങ്, ഈ രണ്ട് മേഖലയിലാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഉള്ളത്. അപ്പം ആ ഒരു ഇതിൽ ഓരോ പ്രൊഫഷൻ്റെയും റിക്വയർമെൻ്റ് ആണ് നോക്കേണ്ടത്. വിസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും UKVAയുടെ 4 ബാൻഡ് IELTS വേണം. ഇനി നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവർക്ക് അവരേതെങ്കിലും ഒരു IELTS എഴുതിയിട്ടുള്ളവരാണ് എങ്കിൽ അവർക്ക് ഇത് വേണ്ട എന്നുള്ള ഒരു എക്സെപ്ഷൻ കഴിഞ്ഞ വർഷം ഹോം ഓഫീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒത്തിരി ആൾക്കാർ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള മറ്റ് ഏരിയാസ് ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത്തെ ഒരു സിസ്റ്റം ആൾക്കാർ ചോദിക്കുന്ന, മെയിനായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടുത്തെ ഫാമിലി ലൈഫ് എന്താണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നാൽ ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫാമിലിക്ക് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. UK നിങ്ങൾക്ക് വിസയുണ്ട്, നിങ്ങൾ UKയിലാണ് എങ്കിൽ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അത് പക്ഷേ ഒരിതുണ്ട്, ഏത് ജോബും ചെയ്യാൻ തയ്യാറാണ്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഒരു ജോബിനും പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല, എല്ലാ ജോബുകളും ഈക്വലാണ്, എല്ലാവരും ഈക്വലായിട്ട് ഇത് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബിന് യാതൊരുവിധ ജോബ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ UKയിൽ വരാം? അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഷോർട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ റൂട്ടിൽ വരാം.
അതല്ലാതെ ഇവിടെ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ വരുന്നത് ഡിപ്പെൻഡ് വിസയിലാണ്. ഡിപ്പെൻഡ് വിസയിൽ ഹസ്ബൻഡിനോ വൈഫോ ജോലി കിട്ടി അവർ ഡിപ്പെൻഡായിട്ട് വരുന്നവരാണ്. അപ്പം നിങ്ങളുടെ ഡിപ്പെൻഡൻസിന് എന്ത് ജോബും ചെയ്യാം. അതിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ജോബ് ഇഷ്ടംപോലെ ജോബുകൾ കിട്ടാനുണ്ട്. ഇനി ഡിപ്പെൻഡൻസ് ഡോക്ടറോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റോ ആണ് എങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം എന്നതേ ഉള്ളൂ. അതല്ലാതെ മറ്റ് ജോബുകൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ജോബ്, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നേഴ്സാണ്, അയാളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫും നേഴ്സാണ്, അവർക്കൂടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന NNMCയുടെ ഗൈഡൻസ് ഫോളോ ചെയ്യണം. അതല്ലാതെ നേഴ്സായിട്ടല്ല വർക്ക് ചെയ്യേണ്ടത്, മറ്റു ജോബുകളാണ് ചെയ്യേണ്ടത് എങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു മറ്റു റിക്വയർമെൻറ്റ്, ലിസൻറ്റ് റിക്വയർമെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ജോലി ചെയ്യാം, എത്ര മണിക്കൂർ വേണമെങ്കിലും ചെയ്യാം, യാതൊരു റെസ്ട്രിക്ഷനുമില്ല. 5 വർഷം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി PR-ന് നിങ്ങൾ എലിജിബിൾ ആകും. അതേപോലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളുമാണ്. ഇതാണ് മെയിനായിട്ടുള്ള ജോബിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഫാമിലി ആയിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് വരാം. അതല്ലെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാം. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഡിപ്പെൻഡൻസിന് IELTS വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം ഡിപ്പെൻഡൻസിന് IELTSൻ്റെ ആവശ്യകതയില്ല. നിങ്ങൾ ഒരു ആളുടെ ഡിപ്പെൻഡായിട്ട് വരികയാണെങ്കിൽ IELTSൻ്റെ ആവശ്യകതയില്ല, അതൊരു റിക്വയർമെൻ്റ് അല്ല. ഇനി ജോബിൻ്റെ ഇത് പറഞ്ഞ് കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനാണ്, അതേപോലെ ഫ്രീ ഹെൽത്ത് കെയർ ആണ്, അത് കുട്ടികൾക്കല്ല എല്ലാവർക്കും. ഇനി UK വന്നു കഴിഞ്ഞാൽ എന്താണ്, UK വന്ന് ഒരാൾ ലീഗലി 5 വർഷം താമസിച്ചാൽ മാത്രമേ അവർക്ക് UK PR-ന് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വരുന്നത് ഇനീഷ്യലി 3 വർഷത്തെ വിസയിലാണ്. സാധാരണ എല്ലാ എംപ്ലോയേഴ്സും നിങ്ങൾക്ക് 3 വർഷത്തെ വിസയിലാണ് വരുന്നത്, അല്ലെങ്കിൽ 3 വർഷത്തെ വിസയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 5 വർഷത്തെ വിസ. 1 ആയിട്ട് 5 വർഷത്തെ വിസ കൊടുക്കാം, അതല്ലെങ്കിൽ 3 വർഷം. സാധാരണ എല്ലാവരും 3 ഇയർ വിസയാണ് കൊടുക്കുന്നത്. അപ്പം 3 വർഷത്തെ വിസയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3 വർഷം കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വിസ അടുത്ത 3 വർഷത്തേക്കും കൂടി നിങ്ങളുടെ എംപ്ലോയർ റിന്യൂ ചെയ്ത് തരും. അപ്പം നിങ്ങൾ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും അടുത്ത വിസയ്ക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യണം. 5 വർഷമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് PR വേണ്ടി അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, PR അപേക്ഷിക്കാം. അപ്പം PR-ന് ചില സാലറി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഏകദേശം 36,000 പൗണ്ട് ആനുവൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരാൾക്ക് PR കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ജോബ് ഷോർട്ട് ലിസ്റ്റിലായിരിക്കണം. അപ്പം ഇതാണ് പറഞ്ഞാൽ നേഴ്സുമാരാകട്ടെ, എഞ്ചിനീയേഴ്സൊക്കെ ആകട്ടെ, അവർക്ക് ഈ പറയുന്ന സാലറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ജോബ് ഷോർട്ട് ലിസ്റ്റാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഷോർട്ട് ലിസ്റ്റ് എല്ലാ വർഷവും റിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഷോർട്ട് ലിസ്റ്റ് എല്ലാ വർഷവും റിന്യൂ ചെയ്യുമ്പം ഒരുപക്ഷെ നിങ്ങളുടെ ജോബ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ UK ഉണ്ടായിരുന്ന 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ ജോബ് ഷോർട്ട് ലിസ്റ്റിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മറ്റ് റിക്വയർമെൻറ്റ്സ് ഇല്ലാതെ PR കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനകത്തും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ മെയിൻ ആപ്ലിക്കൻ്റ് ആണ്, നിങ്ങൾ അല്ലെങ്കിൽ നേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാർമസിസ്റ്റാണ്, നിങ്ങൾക്ക് PR കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫാമിലിയും 5 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും PR കിട്ടും. മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ കണ്ടുപോയിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഗ്യാപ്പ്, OETയുടെ വാലിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. അത് വരുമ്പോഴത്തേക്കും അതിനുള്ള ആൻസേഴ്സ് ഞാൻ തരാം. ആ സമയത്ത് ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എനിക്ക് മെസ്സേജ് ഒന്നുകൂടി റീകമൻറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നഴ്സുമാരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ നഴ്സുമാർ ഇതിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്. നഴ്സുമാരുടെ ഒരു സെക്കൻഡ്. നഴ്സുമാർ, ഓക്കെ, നഴ്സുമാരുടെ കാര്യത്തിൽ
ഉള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് പറയാം. ഇപ്പം പ്രത്യേകിച്ച് റിക്രൂട്ട്മെൻറ്റുകൾ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. പ്രത്യേകിച്ച് റിക്രൂട്ട്മെൻറ്റുകൾ മാർച്ച് മാസം ഒരു 22-ാം തീയതിയോടുകൂടി നിന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഫ്ലൈറ്റുകളുടെ ലോക്ക്ഡൗൺ വന്നതോടുകൂടി നിന്നതാണ്. ഇപ്പം ഒരു റിക്രൂട്ട്മെൻറ്റ് ആക്ടിവിറ്റീസും പേഴ്സണലി നടക്കുന്നില്ല. ചില ഹോസ്പിറ്റലുകൾ ഫ്രീ ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ് മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. അതല്ലാതെ മറ്റ് ഇൻ്റർവ്യൂസോ പുതിയ ഇൻ്റർവ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ മാസവും കൊച്ചിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് നടത്തുമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഇൻ്റർവ്യൂസും അടുത്തൊരു 6 മാസത്തേക്കുള്ള ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് എല്ലാം ക്യാൻസലാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, PR കിട്ടാൻ എളുപ്പമാണ് ആഫ്റ്റർ 5 ഇയർ. 5 വർഷം ലീഗലി താമസിക്കുന്ന ആർക്കും PR കിട്ടും. അതിൻ്റെ മിനിമം സാലറി റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ആ സാലറി റിക്വയർമെൻറ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ PR കിട്ടും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. PRൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ലൈഫ് ഇൻ ദ UK എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സാകണമെന്നാണ്. ഇതിന് ഓൺലൈൻ കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. നിങ്ങൾക്ക് അതിനൊരു ബുക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ല, ആ ബുക്ക് വാങ്ങിച്ച് അത് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായി എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്സും ആയിട്ട് സബ്മിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ് അത്. ഇനി റിക്രൂട്ട്മെൻറ്റ് കാര്യത്തിൽ ഇപ്പം റിക്രൂട്ട്മെൻറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. റിക്രൂട്ട്മെൻറ്റിന് ഇപ്പം പ്രസൻ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത്രയും നാൾ റിക്രൂട്ട്മെൻറ്റ് നടക്കാത്തതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങളൊന്ന് എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽസ് എല്ലാം അവരുടെ മെയിൻ പ്രയോറിറ്റി കൊറോണ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലും കൊറോണയുടെ സിറ്റുവേഷനിലുമായിരുന്നു. രണ്ടാമത്തത് ഇവിടെ വരുമ്പോഴത്തേക്കും ഉള്ള മീൻസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വളരെ ഇതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഇതിനെക്കുറിച്ചായിരുന്നു ഏറ്റവും വലിയൊരു ഇത്. മൂന്നാമത്തത് ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പം ഇനി പ്രത്യേകിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ നഴ്സുമാർ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ലോക്ക്ഡൗൺ എന്ന് തീർന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് സർവീസ് എന്ന് റെസ്യൂം ചെയ്യുന്നു, അതോട് അന്ന് തന്നെ പ്രത്യേകിച്ച് റിക്രൂട്ട്മെൻറ്റുകൾ കാര്യങ്ങളും വീണ്ടും ഓപ്പൺ ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് ഇപ്പോഴുള്ള പ്ലാനുകൾ. ഇപ്പം ഒരു ഉദാഹരണം പറയാൻ, ഞങ്ങൾ എൻവെർട്ടിസ് വഴി ഏകദേശം 150ഓളം നേഴ്സുമാർ വിസ കിട്ടി വരാനുണ്ട്. അപ്പം അവരുടെ പലരെയും വിസകൾ എക്സ്പയർ ആയി പോയതാണ്. അപ്പം വിസ എക്സ്പയർ ആയി പോയിട്ടുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ വിസ റിന്യൂ ചെയ്ത് കിട്ടും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പം എയർ ഇന്ത്യയുടെ ഇവാക്വേഷൻ ഫ്ലൈറ്റ്സുകൾ ലണ്ടനിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇന്ന് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റും കൊച്ചിയിലേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ 16-ാം തീയതി കൊച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് UK നിന്ന് പോകുന്നുണ്ട്. അപ്പം കൊച്ചിയിൽ നിന്നൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷേ നമ്മൾ ഫർദർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി അപ്പം ഫ്ലൈറ്റ്സിൻ്റെ സർവീസ് റെസ്യൂമ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിക്രൂട്ട്മെൻറ്റ് ആക്ടിവിറ്റികളെല്ലാം വരും. ഇനി തൊട്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് കുറേ കാലത്തേക്ക് ഉണ്ടാകാൻ ഇതില്ല. എല്ലാ ഇൻ്റർവ്യൂസും ഇനി ഓൺലൈൻ സ്കൈപ്പ് ഇൻ്റർവ്യൂസ് ആയിരിക്കും. ഇവിടെ ഇപ്പോഴത്തെ കറണ്ട് ലോക്ക്ഡൗൺ കാര്യങ്ങൾ കഴിഞ്ഞത് കൊണ്ട് 90% റിക്രൂട്ട്മെൻറ്റുകൾ ജൂണോട് കൂടി ആരംഭിക്കും എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയേഴ്സ് എല്ലാം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ജൂണോട് കൂടി എല്ലാ ഇൻ്റർവ്യൂസും സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൈപ്പ് ഇൻ്റർവ്യൂസ് ആയിരിക്കും ഇന്നത്തുള്ള എല്ലാ ഇൻ്റർവ്യൂസും സ്കൈപ്പ് വഴിയായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ ഫാമിലി വിസയുടെ കാര്യം പറഞ്ഞപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പാരൻസിനെ UK കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന് UK വിസിറ്റിംഗ് വിസയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അവർക്ക് 6 മാസമേ മാക്സിമം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ അവർ തിരിച്ച് ഏത് രാജ്യത്തു നിന്നാണോ വന്ന് ആ രാജ്യത്ത് പോകണം. അവിടെ 6 മാസം വീണ്ടും ചെയ്യണം. അപ്പം അവർക്ക് 6 മാസത്തെ വിസയിൽ വരാം, അല്ലെങ്കിൽ 2 വർഷത്തെ വിസയിൽ വരാം. പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ, 6 മാസം കഴിയുമ്പം തിരിച്ചു പോകണം. ഇതാണ്. ഇനി എന്താണ് UK റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇതിന് മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ തെരേസ മെയ് ആയിരുന്നു. അപ്പം ആ
പ്രൈം മിനിസ്റ്റർ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇലക്ഷൻ വന്നപ്പം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ്. അപ്പം ബോറിസ് ജോൺസന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ള ഒരു മെയിൻ അജണ്ടയായിരുന്നു 20,000 മോർ നഴ്സസ് ടു NHS. ഇതായിരുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ള ഇത്. ഇന്ന് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് എല്ലാ രാജ്യവും അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണ് ഇന്ന് മറ്റെന്തിനേക്കാളും കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് UK NHS അല്ലെങ്കിൽ UK NHS എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ NHS ജോബ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു എന്താ പറയുക, വളരെ ഒരു ഹൈലി റിവാർഡായിട്ടുള്ളൊരു ജോബാണ്. ഇന്ന് ഒരുപക്ഷെ വേൾഡിൽ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബും ആയി NHS ജോബ് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാത്തിലും കൂടുതൽ പ്രയോറിറ്റി NHSനും NHS സ്റ്റാഫിനുമാണ് പ്രയോറിറ്റി. ഒത്തിരി കാര്യങ്ങൾ ഈ കോവിഡിനോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ NHSലെ പല കാര്യങ്ങളും NHSൽ ഇപ്പം NHS എംപ്ലോയീസിൻ്റെ വിസകൾക്ക് എല്ലാ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെയും വിസ തീരുന്നവർക്ക് എല്ലാവർക്കും 1 ഇയറിലേക്ക് ഫ്രീ ആയിട്ട് വിസ കൊടുത്തു. അവരുടെ ഫാമിലിക്ക് ഫ്രീ ആയിട്ട് 1 ഇയറിലേക്ക് വിസ കൊടുത്തു. നേരത്തെ 20 മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടായിരുന്നു വീക്കിലി ഒരാൾക്ക്. അവരുടെ കോൺട്രാക്റ്റിന് ശേഷം ഓവർ ടൈം മാക്സിമം 20 hours ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതിപ്പോൾ എത്ര വേണമെങ്കിലും ചെയ്യാമെന്നാക്കി. അങ്ങനെ ഒത്തിരി ഇത് കൊണ്ടു. അതേപോലെ ഒത്തിരി കമ്പനികളും അല്ലെങ്കിൽ ഒത്തിരി ഓർഗനൈസേഷനും NHS നേഴ്സുമാർക്ക് ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. കാരണം ആ ഒരു റെസ്പെക്ട് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇത് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് NHSന് കൂടുതൽ ഫണ്ടുകളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ഇത് കഴിയുമ്പം വളരെയധികം ബൂസ്റ്റ് ചെയ്യാനാണ് ഇപ്പം ഇതിൽ ഉള്ള ഒരറിവ്. കാരണം നേഴ്സുമാർ റിക്രൂട്ട്മെൻറ്റിനുള്ള മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന 20,000 നേഴ്സുമാർ NHS എന്ന് പറയുന്നത് അതൊരു കൃത്യമായ ഒരു പ്രോമിസ് ബ്രിട്ടീഷ് പബ്ലിക്കിന് കൊടുത്തൊരു പ്രോമിസാണ്. അപ്പോൾ ആ പ്രോമിസിന് അവർ ഇത് ചെയ്യണമെങ്കിൽ അവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയറക്റ്റായിട്ട് ഓവർസീസ് നിന്ന് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഓപ്ഷനുള്ളത്. ഇനി 1-2 പേര് ചോദിച്ച ഒരു മെയിൻ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതുള്ളൂ. എക്സ്പീരിയൻസ് UK വരാൻ എക്സ്പീരിയൻസ് ആവശ്യമാണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ UK വരാൻ വേണ്ടിയിട്ട് നേഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ നിയമപ്രകാരം 2018 നിയമപ്രകാരം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വരാം. പക്ഷേ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആസ് എ കമ്പനി ഞങ്ങൾ ഒത്തിരി പേരെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഫ്രഷേഴ്സിനാണ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രഷേഴ്സ് എന്നാണ് മീനിങ്. ഫ്രഷേഴ്സ് ഉദ്ദേശിച്ചത് ഇപ്പം ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് 2019 പഠിച്ചിറങ്ങിയവരാണ് ഫ്രഷേഴ്സ്. 2018 പഠിച്ച് അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ ചെയ്ത ആരും ഫ്രഷറല്ല. കാരണം 1 വർഷവും ഏകദേശം 5 മാസവും. അപ്പോൾ അവർ ഫ്രഷേഴ്സില്ല. 2019 പഠിച്ചിറങ്ങിയവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് ആയവരാണ് എങ്കിൽ നിങ്ങൾ ഫ്രഷേഴ്സാണ്. നിങ്ങൾക്ക് ജോബുകൾക്ക് അപ്ലൈ ചെയ്യാം. എല്ലാ എംപ്ലോയേഴ്സും ഫ്രഷേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് ഓരോ എംപ്ലോയറുടെയും ചോയ്സാണ്. ചില എംപ്ലോയേഴ്സ് പറയും ഞങ്ങൾക്ക് ഫ്രഷേഴ്സിനെ വേണ്ട, ചില എംപ്ലോയേഴ്സ് പറയും ഞങ്ങൾ ഫ്രഷേഴ്സിനെ എടുക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ് കൊച്ചിയിൽ വെച്ച് നടത്തിയിരുന്നു. അന്ന് ഓക്സ്ഫോർഡുകാർ പറഞ്ഞ ഒരു ഇതാണ്, ഞങ്ങൾക്ക് ഫ്രഷേഴ്സിനെയാണ് ഞങ്ങൾക്ക് താല്പര്യം. കാരണം ഞങ്ങൾക്ക് അവരെ ട്രെയിൻ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഒരു നല്ല ഒരു ടീച്ചിങ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് ഫെസിലിറ്റിയോ ഉള്ള ഒരു ട്രസ്റ്റ് ആണ് എങ്കിൽ അത് അവർ ഫ്രഷേഴ്സിന് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഇനി ഞാൻ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ട്രസ്റ്റുകൾ എക്സ്പീരിയൻസ് ഉള്ളവരുള്ളപ്പം പറയും യെസ് എക്സ്പീരിയൻസ് ഉള്ളവരെ മതി. ഇത് പറയാൻ കാരണം ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 60ഓളം ട്രസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പലരും പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അവർക്ക് മിനിമം 12 months എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. അപ്പം ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കുള്ള ഇത് നിങ്ങൾ ദയവ് ചെയ്ത് എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക. ഇനി ഈ എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് എവിടെയെങ്കിലും 6 മാസമെങ്കിലും എക്സ്പീരിയൻസ് എടുത്തിട്ട് വരിക. കാരണം നിങ്ങളിപ്പം IELTS OET പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് തീരണമെങ്കിൽ ഏകദേശം 3-4 മാസം എടുക്കും. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഈ ഡിലേ എന്തായാലും ഉണ്ടാകും. കാരണം ഇപ്പം മാർച്ചിന് ശേഷം ആരും വന്നിട്ടില്ല, ഏപ്രിൽ ആരും വന്നിട്ടില്ല.
അതേപോലെ ഇനി UK ആൾക്കാർ വരണമെങ്കിൽ വിസ ഓഫീസ് ഓപ്പൺ ചെയ്യണം. ഇന്ത്യയിൽ VFS എന്ന് പറയുന്നതല്ല, VFS ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയാണ് UK ഇമിഗ്രേഷന് വേണ്ടിയിട്ട് വിസ ആപ്ലിക്കേഷൻ ഇത് ചെയ്യുന്നത്. അവർ ക്ലോസ് ഡൗൺ ആണ്. അവർ ഓപ്പൺ ചെയ്യുമെന്ന് അറിയില്ല. പ്രസൻ്റ്ലി അവരുടെ 18-ാം തീയതി വരെയാണ് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഓപ്പൺ ചെയ്താൽ മാത്രമേ കൂടുതലായിട്ട് വിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി നേരത്തെ ഒരു ഇത് പ്രകാരം ഒരു 4 മാസം കൊണ്ട് ഒരാൾക്ക് വരാമെങ്കിൽ ഇനി അതൊരു 6 മാസമോ 8 മാസമോ 10 മാസമോ ആകാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, കാരണം എല്ലാം ഇതായി, കാരണം NMCയുടെ സൈഡിൽ എല്ലാ കാര്യങ്ങളും ഡിലേഡായി. രണ്ടാമത്തെ കാര്യം ഹോം ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതായി വിസ ഒത്തിരി പേര് അപ്ലൈ ചെയ്തവർക്ക് വിസ കിട്ടാണ്ട്, അപ്പം ഓട്ടോമാറ്റിക്കൽ ഡിലേ വരും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് NMCയിൽ ഒരു അനൗൺസ്മെൻറ്റ് വരുത്തിയിരുന്നു. ഓസ്കി എന്ന് പറയുന്നത് അവർ ചേഞ്ച് ചെയ്യുകയാണ്. ഓസ്കി 6 സ്കിൽ സ്റ്റേഷൻ ഉള്ളത് 10 സ്കിൽ സ്റ്റേഷൻ ആക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് സമ്മറിൽ ആക്കുന്നതാണ്. അപ്പം ഓസ്കി എന്ന് പറയുന്നതും കൂടി ഞാനെന്ന് പറഞ്ഞാൽ, ഓസ്കി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. അത് NMCയുടെ പാർട്ട് 2 ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. നിങ്ങൾ UK വന്നു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു എക്സാമാണ്. അപ്പം ഈ എക്സാമിന് ഇത്രയും നാൾ വളരെ ഈസി ആയിരുന്ന എക്സാം ഇനി അത് 10 സ്കിൽ സ്റ്റേഷൻ ആകുമ്പം അതിനകത്ത് വരുന്ന ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനാണ് വെർബൽ ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെർബൽ ഹാൻഡ് ഓവറിൻ്റെ സെക്ഷനിലും അതേപോലെ ഇതിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഓസ്കി നിങ്ങൾ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും. അതേപോലെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, കാരണം ജോലി ചെയ്യുമ്പോൾ നമ്മളടുത്ത് ജോലി ചെയ്യുമ്പം ജസ്റ്റ് നമ്മൾ ജോലി പണിക്ക് അല്ലെങ്കിൽ പണി പഠിക്കുമെന്നതിലുപരി നമ്മളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ആ കോൺഫിഡൻസ് എന്നും നമ്മൾക്കൊരു ഇതാണ്. കാരണം നമ്മൾക്ക് ഒരു കാര്യം അറിയാമെങ്കിൽ, നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു പേടിയുമില്ല. ചെയ്യാത്ത ഒരാൾ ആദ്യമായിട്ട് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഒരു എക്സാം സിറ്റുവേഷനിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പേടി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് എടുത്തിട്ട് വരുന്നതാണ്. ഇനി അടുത്തൊരു ഇതാണ്, എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് UK സാലറി ഉണ്ടെന്ന്. 99% ഹോസ്പിറ്റൽസും എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് സാലറി കൊടുക്കില്ല. കാരണം UK NHS വരുന്ന എല്ലാവരും NHSൻ്റെ ബാൻഡ് 5 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബാൻഡ് 5 എന്ന NHSൻ്റെ സാലറി ഓരോ സ്കെയിലാണ്. ബാൻഡ് 2 തൊട്ട് 10 വരെയുള്ള സ്കെയിലാണ്. നേഴ്സുമാർ ബാൻഡ് 5 എന്ന് പറയുന്ന കാറ്റഗറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാൻഡ് 5ൻ്റെ സ്കെയിൽ 24,214 ആണ്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ സാലറിയിലാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ ചെറിയ ഹോസ്പിറ്റൽസ്, കുറച്ച് ഹോസ്പിറ്റൽസ് എക്സ്പീരിയൻസിന് സാലറി കൂട്ടി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് ഞങ്ങളറിയുന്ന കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് നേഴ്സുമാർക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ വളരെ പർട്ടിക്കുലറായിട്ട് 10 വർഷം. പക്ഷേ നോർമലി എല്ലാവർക്കും സെയിം സാലറിയാണ് നിങ്ങൾ ചെയ്യുക. പക്ഷേ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആനുവൽ റിവ്യൂ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സാലറി കൂടും. അതേപോലെ NHSലാണെങ്കിൽ ഓരോ വർഷവും നിങ്ങളുടെ സാലറി സ്കെയിൽ കൂടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പം എൻവെർട്ടിസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ NHSൻ്റെ ബാൻഡ് സാലറി എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ഓരോ വർഷത്തെയും സാലറി കൂടി വരുന്ന കാണാം. ഓരോ വർഷവും നിങ്ങളുടെ സാലറി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. ഇത് പറഞ്ഞപ്പോൾ അടുത്തൊരു ക്വസ്റ്റനാണ്. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നു, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇല്ല, ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്, ട്യൂട്ടർ എക്സ്പീരിയൻസ് ആണ് എങ്കിൽ ജോലി കിട്ടുമോ? ഇതിനകത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, UK വരാൻ വേണ്ടിയിട്ട് ആർക്കും വരാമായിരുന്നു. ഇപ്പം 3 വർഷമോ 4 വർഷമോ 5 വർഷമോ ഒക്കെ ഗ്യാപ്പ് ഉള്ളവർക്ക് വരാമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. 2019 നവംബറിലാണ് OETയുടെ സ്കോർ C+ ആക്കിയത്. 2018 OET ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ അതിനു മുമ്പാണ് IELTSൻ്റെ സ്കോർ 6.5 ആക്കിയത്. IELTS 6.5 ആക്കുന്നവരെ UK അധികം ആൾക്കാർ ആപ്ലിക്കൻസ് വരാനില്ലായിരുന്നു. അതല്ല എങ്കിൽ അവരുടെ മുന്നിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ് അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ആ ഓപ്ഷൻസ് കുറഞ്ഞു. ഇപ്പോൾ ഇന്ന് ഒരു നേഴ്സിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് UK ആണ്. ഒന്ന്, ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുമെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കോസ്റ്റ് കുറവാണ് എന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. ഈ 3 റീസൺസ് ആണ് മറ്റ് ഏത് രാജ്യത്തേക്കാളും കൂടുതൽ. അതേപോലെ
വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് സാലറി കിട്ടും. എന്നുവെച്ചാൽ നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളാണ് മറ്റേത് രാജ്യത്തെ വെച്ചും UK എന്ന് വളരെ അട്രാക്റ്റീവ് ആക്കുന്നൊരു കാര്യം. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് തന്നെ കോസ്റ്റാണ്. ഇപ്പം ഓസ്ട്രേലിയക്കൊക്കെ പോകണമെങ്കിൽ എൻ്റെ അറിവ് പ്രകാരം ഓസ്ട്രേലിയയിൽ പോയി അഡാപ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വരണമെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപ കോസ്റ്റ് ആകും. കോഴ്സ് ഫീസും മറ്റ് താമസവും ഇതൊന്നല്ല. UKയുടെ കാര്യത്തിൽ വളരെ നല്ല റീലൊക്കേഷൻ പാക്കേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് UK ആണ്. അപ്പം നേരത്തെ IELTS 7 ആയിരുന്നപ്പോൾ ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് കുറവായിരുന്നു. ആ സമയത്ത് ഗ്യാപ്പ് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി IELTS OET വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടി. അപ്പം അവരെന്ത് ചെയ്തു? അവർ കുറച്ചും കൂടി ഇതായി. ഇപ്പം OETക്ക് 6.5 സ്കോറായി. അപ്പം ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 100 വേക്കൻസിയാണുള്ളതെങ്കിൽ അതിനകത്ത് 1000 പേര് അപേക്ഷിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ എടുക്കും. അപ്പം അതുകൊണ്ട് ഗ്യാപ്പ് കുഴപ്പമാണോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടുമോ, അതല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഇതിനൊക്കെയുള്ള ആൻസർ ഇതാണ്. ഒരു എംപ്ലോയർ എടുത്ത് 10 വേക്കൻസി ഉള്ളൂ എങ്കിൽ ആ 10 വേക്കൻസിക്ക് അവർ ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ആൾക്കാരെയാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യത്ത് അതിൽ നിന്നുള്ള നേഴ്സുമാർ മാത്രമേ UK എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുമായിട്ട് വരുന്നവരുള്ളൂ. അതിൽ തന്നെ എടുത്തു പറയേണ്ടതുണ്ട്, കേരളത്തിലുള്ള നേഴ്സുമാർക്കാണ് ഇന്ന് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന ആപ്ലിക്കേഷനിൽ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാർക്ക് മാത്രമാണ് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉള്ളത്. ബാക്കി എല്ലാവരും തന്നെ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ റീഎംപ്ലോയ്മെൻറ്റ് ചെയ്യുക. ഇനി പ്രസൻ്റ്ലി NHSൻ്റെ ഗൈഡൻസ് പ്രകാരം അല്ലെങ്കിൽ ഞങ്ങളോട് എംപ്ലോയർ തന്നിട്ടുള്ള ഗൈഡൻസ് പ്രകാരം 18 മാസം വരെ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 18 മാസം വരെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് കുഴപ്പമില്ല. അപ്പം റീസെൻ്റ്ലി ഇപ്പം ആരെങ്കിലും, കാരണം കൃത്യമായിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക് അനുസരിച്ച് കൊടുക്കുന്നു. കാരണം നേഴ്സുമാർ പൊതുവേ 6 മാസവും 1 വർഷവും ഒക്കെ IELTS പഠിക്കാനും അല്ലെങ്കിൽ OET പഠിക്കാനും വേണ്ടിയിട്ട് ചിലവഴിക്കുന്നവരാണ്. അപ്പം അതൊരു റീസണാണ്. അതല്ലെങ്കിൽ മെറ്റേണിറ്റി ഇതല്ല. അതുകൊണ്ട് 18 മാസം വരെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉള്ളവർക്കുള്ള. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞാണ്, ഏജ് മാറ്റർ ആണോ? ഒരിക്കലും UK ഒരു ജോബ് കിട്ടുന്നതിന് ഏജ് മാറ്റർ അല്ല. ഏത് ഏജുള്ളവർക്കും ഇത് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, UK CBT, OSCE എന്ന് പറയുന്ന 2 എക്സാമുകൾ കൂടി പാസ്സാവണം. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ, അത് പാസ്സാകാനുള്ള കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ഇതിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ നേഴ്സിംഗ് റിക്വയർമെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് ഒന്നുകൂടി പറയാം. ആർക്കൊക്കെ UK നേഴ്സായിട്ട് വരാമെന്നൊന്ന് ജസ്റ്റ് പെട്ടെന്ന് പറയാം. നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ GNMO BSc പഠിച്ച ആർക്കും UK നേഴ്സായിട്ട് വരാം. ഇതല്ല, ഇനി നിങ്ങൾ പോസ്റ്റ് PSc പഠിച്ചത് കൊണ്ടോ MSc പഠിച്ചത് കൊണ്ടോ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം ഇവിടെ എല്ലാവരും നേഴ്സുമാരാണ്. അതുകൊണ്ട് അപ്പം എല്ലാവരും എൻ്റെ അടുത്തിടെ നേഴ്സുമാരാണ്, ബാൻഡ് 5 നേഴ്സുമാരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചല്ല, ആർക്കും നേഴ്സായിട്ട് വരാം. ഇനി അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. അത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് വേണ്ട. മൂന്നാമത്തെ റിക്വയർമെൻ്റ് ആണ്, ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാരാണെങ്കിൽ IELTSഉം OETയും പാസ്സായിട്ട് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. IELTS പാസ്സാകണം. IELTSന് എല്ലാ മൊഡ്യൂളിനും 7, റൈറ്റിങ്ങിന് 6.5 കിട്ടിയാൽ മതി. ബാക്കി എല്ലാ മൊഡ്യൂളിനും 7 വേണം. ഇനി അടുത്തത് OET ആണ്. OETക്ക് റൈറ്റിങ്ങിന് C+ഉം ബാക്കി എല്ലാ മൊഡ്യൂളിനും Bയും വേണം. ഇതാണ് UK റിക്വയർമെൻറ്റ്. ഇനി അടുത്തത് UKയുടെ പ്രത്യേകത, ക്ലബ്ബ് ചെയ്യാം. അയർലൻഡിലെ പോലെ അല്ല, UK സ്കോറുകൾ ക്ലബ്ബ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ 6 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം എഴുതിയ സ്കോർ ഷീറ്റുകളാണ് എങ്കിൽ ആ സ്കോർ ഷീറ്റുകൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ക്ലബ്ബ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം IELTS എഴുതി, നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് 6.5 കിട്ടിയ, ബാക്കി എല്ലാത്തിനും 7 ഉണ്ട് എങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഫുൾ അറ്റംപ്റ്റ് ചെയ്യുമ്പം സ്പീക്കിങ്ങിന് 7ഉം ബാക്കി എല്ലാത്തിനും 6.5 ആണ് എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആകും. അതേ സെയിം രീതിയാണ്, സെയിം തന്നെയാണ് ഈ റൈറ്റിങ്ങിൻ്റെ OETയുടെ കാര്യത്തിലുമുള്ളത്.
ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആൾക്കാർ ആ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. OIT-യുടെയും IELTS-ൻ്റെയും വാലിഡിറ്റി. ഈ കഴിഞ്ഞ പഴയ പ്രോസസ്സ് പ്രകാരം NMC-യുടെ 2 പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഒന്ന് പഴയ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സായിരുന്നു. അതിനകത്ത് ഒത്തിരി പേപ്പർ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ഒക്ടോബറിൽ NMC നിർത്തലാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ NMC പുതിയ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. പുതിയൊരു സിസ്റ്റമാണ്, ഓവർസീസ് ആപ്ലിക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ പ്രകാരം NMC പറയുന്നത്, നിങ്ങൾ OSCE എക്സാം എഴുതുമ്പം നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET വാലിഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പം പഴയ പ്രോസസ്സ് പ്രകാരം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, NMC-യിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് IELTS-ൻ്റെയോ OET-യുടെയോ വാലിഡിറ്റി ഉണ്ടായാൽ മതി. രജിസ്റ്റർ ചെയ്യുന്ന ദിവസം നിങ്ങളുടെ സ്കോർ ഷീറ്റ് വാലിഡ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ പ്രോസസ്സ് പ്രകാരം അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത് വാലിഡ് വേണം. ഇതിനെക്കുറിച്ച് ഞാൻ NMC-യോട് ഇമെയിലിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു യെസ്, നിങ്ങളുടെ സ്കോർ ഷീറ്റ് വാലിഡ് വേണം. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ കോവിഡ് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുടെ സ്കോറുകൾ ഇതാകുന്നുണ്ട്, എക്സ്പയർ ആകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അവർ മോണിറ്റർ ചെയ്യുകയാണ്. അവർ അതിന് ഒരിക്കലും നിങ്ങളുടെ ഒരു നെഗറ്റീവ് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോവിഡ് കൊണ്ട് നിങ്ങളുടെ സ്കോർ എക്സ്പയർ ആയി നിങ്ങൾക്ക് UK-യിൽ വരാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് ആണ് NMC പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടില്ല. കോവിഡിൻ്റെ സിറ്റുവേഷൻ കഴിയുമ്പം അവരതിനെക്കുറിച്ച് മോണിറ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആ ഒരു ഇത് അവർ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു അനൗൺസ്മെൻറ്റ്. CBT എക്സാം ആരുടെയെങ്കിലും CBT, അതേപോലെ അടുത്ത റിക്വയർമെൻ്റ് ആണ്, നിങ്ങൾ OSCE എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ CBTക്ക് വാലിഡിറ്റി ഉണ്ടാണ്. അപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന ഒരു ഇതാണ്, നിങ്ങളുടെ CBT ഈ സമയങ്ങളിൽ എക്സ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും CBT എഴുതേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ CBT 6 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ ഇവിടെ വന്നു, അവരുടെ CBT എക്സ്പയർ ആയിട്ടുണ്ട് എങ്കിൽ വീണ്ടും CBT എഴുതേണ്ട ആവശ്യമില്ല. 6 മാസത്തിനുള്ളിൽ ഇത് എന്താ പറയുക, CBT ഓട്ടോമാറ്റിക്കലി അല്ല OSCE എഴുതിയാൽ മതി. CBT വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പം അത് ഒരു CBT എക്സ്പയർ ആയവർക്കുള്ള ഒരിതാണ്. അപ്പോൾ അതേ സെയിം കാര്യം തന്നെ IELTS-ൻ്റെ OET-യുടെ ഇതിലും വരുമെന്ന് ചോദിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി റിക്വയർമെൻറ്റ്സ് പറയാം. ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിച്ചത് ഏജ് ലിമിറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറയും 45 വയസ്സോ അല്ലെങ്കിൽ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യുന്നതിന് മറ്റു കുഴപ്പങ്ങളോ കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ഞാൻ പറയും. രണ്ടാമത്തെ ആൾക്കാർ ചോദിക്കുന്നത് DLൻ്റെ വാലിഡിറ്റി എന്താണ്. DLൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി 2 years ആണ്. ചില പർട്ടിക്കുലർ കേസുകൾ അവർ പറയാറുണ്ട്. CBTയുടെ വാലിഡിറ്റി എന്ന് പറയുന്നതും 2 year ആണ്. എന്ന് എക്സാം എഴുതി പാസ്സായോ അന്ന് തൊട്ടുള്ള ഇതാണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്താ പറയുക, ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പാണ്. 18 മാസം വരെയുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുകൾ പൊതുവേ കുഴപ്പമില്ല. 18 മാസത്തിന് മുകളിൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉള്ളവർക്കും ജോലി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ചില എംപ്ലോയേഴ്സ് എടുക്കുന്നുണ്ട്, ചില എംപ്ലോയേഴ്സ് തന്നെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് പ്രശ്നമല്ല. പിന്നെ നഴ്സുമാരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ജോബ് കിട്ടാൻ എളുപ്പം. ഇവിടെ മെഡിക്കൽ സർജിക്കൽ വാർഡുകളാണ് അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ എംപ്ലോയേഴ്സ് ചോദിക്കുന്ന ഒരു ഇത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഏറ്റവും വലിയ ഒരു ഇത്. അപ്പം അതാണ് ഇത്. രണ്ടാമത്തെ തിയേറ്റേഴ്സ് ഒത്തിരി വേക്കൻസി ഉള്ളതാണ്. പൊതുവേ UK-യിൽ വേക്കൻസി കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡയാലിസിസ്, ICUകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ICUയിൽ എക്സ്പീരിയൻസും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടുത്തെ പ്രാക്ടീസ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ICUയിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ചുള്ള ICUയിലെല്ലാം കൂടുതലും ഇൻഡിവിജ്വലാണ്, നമ്മൾ തന്നെയാണ് ഫുള്ളി ഡിസിഷൻ മേക്കേഴ്സ്. ഏറ്റവും വലിയൊരു വ്യത്യാസമാണ് ഇന്ത്യയും UK തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ത്യയിൽ നേഴ്സുമാരല്ല ഡിസിഷൻ മേക്കേഴ്സ്, എൻ്റെ അറിവിൽ അല്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടപ്പോൾ അല്ല. അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു ICUയിലാണ്. എനിക്കവിടെ പ്രത്യേകിച്ച് ഡിസിഷനൊന്നുമില്ല, എന്താണോ ഡോക്ടർ പറയുന്നു അത് ചെയ്യുന്നു എന്നല്ലാതെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നേഴ്സുമാരാണ് കംപ്ലീറ്റ്ലി ഡിസിഷൻ മേക്കേഴ്സ്. അപ്പം
ഈ ഒരു ഇതിൽ ICU വേക്കൻസികൾ പൊതുവേ കുറവാണ്, വളരെ കുറച്ച് ഹോസ്പിറ്റലിൽ വരാറുള്ളൂ. പക്ഷേ മെയിനായിട്ടുള്ളത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ട്യൂട്ടർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇത്. വളരെ ചില ഹോസ്പിറ്റലുകൾ മാത്രമേ ഈ പറയുന്ന എക്സ്പീരിയൻസിന് ഇത് ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കൺസിഡർ ചെയ്യുന്നവരുള്ളൂ. ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇൻ്റർവ്യൂസ് നടക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് ചെറിയൊരു സംശയമുണ്ട്, എത്രത്തോളം എംപ്ലോയേഴ്സ് ഗോയിങ് ഫോർവേഡ് എടുക്കും എന്നതിലും. ഇനി ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നഴ്സിംഗ് ഹോമും ജോബും NHS ജോബും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നഴ്സിംഗ് ഹോമും NHS തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റൽ ജോബ് അല്ല NHS ജോബ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സെയിം ഹോസ്പിറ്റലുള്ള ഒരു സെയിം രീതിയിലുള്ള ഇതാണ്. സോറി, എനിക്ക് തോന്നുന്നു ഒത്തിരി ക്വസ്റ്റ്യൻസ് ലാഗായി പോകുന്നു. അപ്പം സെയിം സിസ്റ്റമാണ്. കെയർ ഹോം എന്ന് പറയുന്നത് ഇവിടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ നഴ്സിംഗ് കെയറോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കെയറോ വേണ്ടവർ, രണ്ട് രീതിയിലുള്ള കെയർ ഹോമുണ്ട്. പല കാറ്റഗറിയുണ്ട്. മെയിനായിട്ട് കെയർ ഹോംസ് 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഒന്ന് റെസിഡൻഷ്യൽ ഹോംസും നഴ്സിംഗ് ഹോംസും. നഴ്സിംഗ് കെയർ വേണ്ടവരാണ് നഴ്സിംഗ് ഹോംസിലുള്ളത്. അവിടെയാണ് ഒരു നേഴ്സിൻ്റെ ആവശ്യമുള്ളത്. നേഴ്സിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് കൊടുക്കുക എന്നതാണ്, അവരുടെ അപ്പോയിൻമെൻറ്റുകളും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നഴ്സിംഗ് ഹോമിലെ ജോബ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 90% ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നത്. കാരണം സെയിം പേഷ്യൻസ് ആയിരിക്കും മിക്കതും. കാരണം നമ്മളൊരു യൂണിറ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നെങ്കിൽ ആ ഒരു യൂണിറ്റിലുള്ള 15 20 അല്ലെങ്കിൽ 30 40 പേഷ്യൻസ് ആയിരിക്കും നമുക്കുണ്ടാകുന്നത്, നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മളെ സെയിം പേഷ്യൻസിനെയാണ് നമ്മൾ നോക്കുന്നത്, സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ ക്ലിനിക്കലായിട്ടുള്ള സൈഡ്, ക്ലിനിക്കൽ ആയിട്ടുള്ള റോളുകൾ വളരെ കുറവാണ്. ഇപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുക, നമ്മൾ കൂടുതലും മെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ള, ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള മെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ മറ്റ് ഇതും അല്ല. അപ്പം നമ്മളുടെ നഴ്സിംഗ് ഹോമിൽ ഉള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളുടെ ക്ലിനിക്കൽ നോളജ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതും ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. ഇനി നഴ്സിംഗ് ഹോമിൻ്റെ ഞാൻ കാണുന്ന കുറേ ഗുണങ്ങൾ, ഇന്ന് NHSലും കൂടുതൽ സാലറി കിട്ടുന്നത് നഴ്സിംഗ് ഹോമിലാണ്. ഫ്ലെക്സിബിളായിട്ട് ഷിഫ്റ്റ് കിട്ടുന്നത് നഴ്സിംഗ് ഹോമാണ്. ഇപ്പം NHSലെ സാലറി ബാൻഡ് 5 സാലറി എടുത്താൽ ഒരു മണിക്കൂറിന് 12.5 പൗണ്ടാണ് ഒരു മണിക്കൂറിന് സാലറി വരുന്നത്. 24,000 ഡിവൈഡ് ചെയ്താൽ 24,000 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. 24,000 ഡിവൈഡഡ് ബൈ 52 വീക്സ് ആണ്. അതേപോലെ ഒരു വീക്കിലെ സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 37 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച വർക്ക് ചെയ്യേണ്ടത് 37 മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ 12 പൗണ്ടാണ് ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ പ്രൈവറ്റിലാണെങ്കിൽ നിങ്ങൾക്കൊരു 15 പൗണ്ട് തൊട്ട് 20 പൗണ്ട് വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. അത് ഓരോ കെയർ ഹോമും ഓരോ ഏരിയ, ആ കമ്പനിയുടെ കെയർ ഹോമുകൾ 90% കെയർ ഹോമുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസാണ്. അപ്പോൾ അവരുടെ ഇതനുസരിച്ചിരിക്കും. ഇതാണ് സാലറി ഡിഫറൻസ്. ഫ്ലെക്സിബിലിറ്റിയും ഇതാണ്. പണ്ട് ഒരു പക്ഷേ 2015 വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UK ഒരു പ്രൈവറ്റിൽ ജോലിക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈവറ്റിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് വേണം NHSലേക്ക് സ്വിച്ച് ചെയ്യാനായിരുന്നു, അല്ലാതെ ഡയറക്റ്റ് NHSലേക്ക് വരാനുള്ള ഒരു ഇതിലായിരുന്നു. ഇനി നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് സെയിം റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ഇതിനകത്ത് എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ, ഒത്തിരി ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകൾക്ക് ഇപ്പം എംപ്ലോയർക്ക് ഒരാളെ ഓവർസീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. അവർ ഈ കഴിഞ്ഞ വർഷം വന്നൊരു പുതിയ നിയമമാണ്, 2018 വന്നൊരു നിയമമാണ്. ഒരു മൈഗ്രൻ്റ് വർക്കറിനെ വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പം അവർക്ക് ഒരു വർഷത്തേക്ക് 1000 പൗണ്ട് സർചാർജായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു നേഴ്സിനെ 3 വർഷത്തെ വിസയിൽ കൊണ്ടുവരുവാണെങ്കിൽ 3000 പൗണ്ട് എംപ്ലോയർ ഗവൺമെൻറ്റിലേക്ക് സർചാർജായിട്ട് പേ ചെയ്യണം. ഈ പേ ചെയ്യുന്ന എമൗണ്ട് ഇവിടെയുള്ള നേഴ്സുമാരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പം എല്ലാ NHS ട്രസ്റ്റുകളും ഒരു റീലൊക്കേഷൻ പാക്കേജ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ പ്രൈവറ്റുകാർക്ക് അത്രയും നല്ലൊരു റീലൊക്കേഷൻ പാക്കേജ് ഓഫർ ചെയ്യുക എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് ഇതാണ്. കാരണം ഒരു നേഴ്സിനെ ഇവിടെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു എംപ്ലോയറുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000 പൗണ്ടാണ്. ചില 10 ലക്ഷം രൂപയോളം മുടക്കണം. അപ്പം 10 വേക്കൻസി ഉണ്ട് എങ്കിൽ 1 കോടി രൂപ അവർക്ക് കോസ്റ്റാണ് നേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും
ലോക്കലി തന്നെ ഉള്ള നേഴ്സുമാരെ എടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം കാരണം അവരെ സംബന്ധിച്ച് ഒരിക്കലും NHS കൊടുക്കുന്ന പോലെ ഒരു റീലൊക്കേഷൻ പാക്കേജോ ഈ പറയുന്ന പോലെ വിസ, ഫ്ലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അതല്ലാതെ മറ്റ് യാതൊരു വ്യത്യാസവുമില്ല. NMC റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. അതേപോലെ എന്താ പറയുക, റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ സെയിം ആണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഏകദേശം 50 മിനിറ്റോളമായി. 1-2 കാര്യങ്ങൾ, വേക്കൻസിയുടെ കാര്യം പറഞ്ഞപ്പം പൊതുവെ നിക്കു അല്ലെങ്കിൽ ഗൈനക് എക്സ്പീരിയൻസ് UK എന്ന് പറയുന്ന രാജ്യത്ത് ഓരോ ഇവിടെ നേഴ്സിംഗ് തന്നെ 3-4 കാറ്റഗറി ഉണ്ട്. നിങ്ങൾ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം. അഡൽട്ട് നേഴ്സ് ഉണ്ട്, പീഡിയാട്രിക് നേഴ്സ് ഉണ്ട്, ഗൈനക് നേഴ്സ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, മിഡ് വൈഫ് ഉണ്ട്, അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റി നേഴ്സ് ഉണ്ട്. അപ്പം ഇന്ത്യയിലെ ക്വാളിഫിക്കേഷൻ പ്രകാരം നമ്മൾക്ക് ഇവിടെ അഡൽട്ട് നേഴ്സായിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സാധാരണഗതിയിൽ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ മിഡ് വൈഫ് യൂണിറ്റുകളിലോ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ മിഡ് വൈഫ് ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ഹോസ്പിറ്റൽസ് അഡൽട്ട് നേഴ്സുമാരെ എടുക്കാറുണ്ട്. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ള ഇത്. ചില ഹോസ്പിറ്റലുകാർ പറയും സോറി ഞങ്ങൾക്ക് പീഡിയാട്രിക് രജിസ്ട്രേഷൻ ഉള്ളവരെ മതി എന്ന് പറയും. ചില ഹോസ്പിറ്റലുകാർക്ക് കുഴപ്പമില്ല. അത് ചില ഹോസ്പിറ്റൽ പൊതുവേ ഈ 2 എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ ഇതിനടുത്ത് ഞങ്ങൾ ആൽഡർഹേ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക്, അതൊരു പീഡിയാട്രിക് ഹോസ്പിറ്റലാണ്, അവർ പറഞ്ഞിരുന്നു അഡൽട്ട് നേഴ്സുമാരെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം 100ഓളം അഡൽട്ട് നേഴ്സുമാരെ ഇന്ത്യയിൽ വന്ന് റിക്രൂട്ട് ചെയ്തിരുന്നു. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു പക്ഷേ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഇതാണ് മറ്റ് ഇതല്ല. ആംബുലൻസ് ജോബ് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ആംബുലൻസ് നേഴ്സ് ആണെങ്കിൽ ആംബുലൻസിലെ നേഴ്സുമാരല്ല, സാധാരണ അതിൽ ആംബുലൻസ് ടെക്നീഷ്യനാണ്. അതിന് ഇവിടുത്തെ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിച്ച ടെക്നീഷ്യനുള്ള ഫസ്റ്റ് എയ്ഡേഴ്സുള്ള ആൾക്കാരാണ് ഇത് വരുന്നത്. ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റൻ CBT റിസൾട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നു. CBT റിസൾട്ട് ലിങ്ക് ചെയ്യാത്തതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ പ്രകാരമാണ്. NMC പേഴ്സുമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അത് അവർ ഫിക്സ് ചെയ്യാൻ വേണ്ടത് കുറച്ച് സമയമെടുക്കും. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. വളരെ ഓക്കെ ആണ്. ഒത്തിരി വേക്കൻസികളുണ്ട്. OPD എക്സ്പീരിയൻസ് കൗണ്ട് ആണ്. എക്സ്പീരിയൻസ് നിങ്ങൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തതെങ്കിൽ എവിടെ വർക്ക് ചെയ്താലും ആ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും. അത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ നേഴ്സാണെങ്കിൽ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും. ചില ഹോസ്പിറ്റൽസ് OPD അവർ പറയുന്നുണ്ട് പർട്ടിക്കുലർലി മെഡിക്കൽ സർജിക്കലോ ഇന്ന ഇത് വേണമെന്ന് പറയുന്നുണ്ട്. ഓഫർ ലെറ്റർ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രിൻസ് ജോർജിൻ്റെ ക്വസ്റ്റൻ ആണ്, എന്താണ് ഓഫർ ലെറ്റർ കിട്ടിയത്? നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയെങ്കിൽ ആ ഓഫർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതിനകത്ത് മറ്റ് ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അൺലെസ് നിങ്ങളുടെ എംപ്ലോയർ ഡിസൈഡ് ചെയ്യുകയാണ് സോറി ഞങ്ങൾക്ക് ഇന്ത്യൻ നേഴ്സുമാരെ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫർ വെച്ചിട്ട് ഇത് ചെയ്യാം. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോവിഡ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ വന്നൊരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും താളം മറിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാം വീണ്ടും അതിലേക്ക് തിരിച്ചു വരും. ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പ്രോസസ്സ് പ്രകാരം നിങ്ങൾക്ക് 4 മാസം കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇനി ചിലപ്പോൾ 4 മാസം എന്നുള്ളത് 6 മാസം ആകുമായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. കാരണം ഹോം ഓഫീസ് റീഓപ്പൺ ചെയ്യണം. അതേപോലെ NMC റീഓപ്പൺ ചെയ്യണം. റീഓപ്പൺ ചെയ്താലും ഈ പറയുന്ന പോലെ പല ആൾക്കാരും സിക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം ഒത്തിരി മെഷേഴ്സ് എടുക്കണം. പക്ഷേ ഇതെല്ലാം വരും, കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ വാലിഡ് ആണ്. ഒരു കാരണവശാലും കോവിഡ് എന്ന് പറഞ്ഞ ചില എംപ്ലോയേഴ്സ് ഓഫർ പറയുന്നൊരു കാര്യമുണ്ട്, 6 മാസം അല്ലെങ്കിൽ 1 വർഷം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഓഫർ എക്സ്പയർ ആവില്ല. ആ ഓഫർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ് IELTS OET റിക്വയർമെൻ്റ് ആണ്. IELTS OET ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് UK നേഴ്സായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഒരാൾക്കും UK നേഴ്സായിട്ട് വരാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതല്ലാതെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് UK വരാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനുണ്ട്. അതിതാണ്, ഹോം ഓഫീസ് അപ്രൂവ് ചെയ്ത മേജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഉണ്ട്. ആ രാജ്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ആംഗ്ല, ഓസ്ട്രേലിയ, അയർലൻഡ്, ജമൈക്ക, കാനഡ, സെൻറ്റ് വിൻസെൻ്റ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ, മാൾട്ട, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഹോം ഓഫീസ് അപ്രൂവ് ചെയ്ത ഒരു
10-20ഓളം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് 1 വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് NMCയുടെ എവിഡൻസ് 3 ആയിട്ടുള്ള പ്രാക്ടീസ് ഇൻ ഇംഗ്ലീഷ് സ്പീക്ക് കൺട്രി എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് IELTSഉം OET ഇല്ലാതെ നിങ്ങൾക്ക് UK വരാം. ഇതിനകത്ത് ഇപ്പം വന്ന നിയമം 2 ആഴ്ച മുമ്പ് വന്നല്ല, ഫെബ്രുവരി വന്നാണ്, 2 ആഴ്ച മുമ്പാണ് ഞാനത് ഇത് ചെയ്തത്. മാൾട്ട എന്ന് പറയുന്നത് ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അപ്പം മാൾട്ടയിൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തതാണെങ്കിൽ, 1 വർഷമായിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, കെയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല, രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. IELTSൻ്റെയോ OETയുടെയോ ആവശ്യമില്ല. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി 2 വർഷം വരെയുള്ള, ഇപ്പോൾ 2 വർഷം വെച്ചാൽ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും ഓക്കെയാണ്, NMC അത് കൺസിഡർ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് വരുന്ന സമയത്ത് 2 വർഷത്തെ ഗ്യാപ്പ് ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, OET ക്ലബിങ്ങിൻ്റെ ടൈം ഗ്രിഡ് കൂട്ടുമോ, അതല്ലെങ്കിൽ OET എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു NMC പറഞ്ഞ, എനിക്ക് ഇമെയിൽ അയച്ച ഇമെയിലുള്ള മറുപടി ഇതാണ്: വി വിൽ നോട്ട് പീനലൈസ് എനി നേഴ്സ് ഫോർ കോവിഡ്. അപ്പം കോവിഡിൻ്റെ ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കോവിഡ് കാരണം ഒരാളുടെ IELTSൻ്റെ OET എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞങ്ങൾ ആരെയും പീനലൈസ് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ ഒരു അനൗൺസ്മെൻറ്റ് വരുമായിരിക്കും. ഇതുവരെ ഒരു പബ്ലിക്കേഷനും അനൗൺസ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ആരോ പറയുന്നത് കേട്ടിരുന്നു, ക്ലബിങ്ങിനെ 12 മാസമാക്കിയെന്ന്. ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എവിടെയും ഞാൻ അതിനെക്കുറിച്ച് കണ്ടിട്ടോ റെഫറൻസ് ഡോക്യുമെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ആക്കട്ടെ, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ ചോദിക്കുന്ന GLP എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ്, അപ്പം ഈ പറയുന്ന രാജ്യങ്ങളിൽ അപ്പം IELTS OET പാസ്സാകാതെ ഒരാൾക്കും UK നേഴ്സാകാൻ പറ്റില്ല. ഒരു കോഴ്സ് ചെയ്തിട്ടും ഒന്നും ചെയ്തിട്ടും ഇല്ല. നിങ്ങൾ ഇന്ത്യൻ നേഴ്സ് ആകണമെങ്കിൽ ആകെപ്പാടെയുള്ള ഓപ്ഷൻ ഇതാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, സെൻറ്റ് ലൂഷ്യ, അതേപോലെ വെസ്റ്റ് ഇൻഡീസ്, ജമൈക്ക, മാൾട്ട, അവിടെയൊക്കെ നിങ്ങൾ പോയി 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ശരിയാണ്, നിങ്ങൾക്ക് ആ റൂട്ടിൽ കൂടി UK വരാം. പക്ഷേ കൃത്യമായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ട് കാര്യം, നിങ്ങൾ UK നിങ്ങൾക്ക് IELTS OET എന്താണ് IELTS OET എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത്. നിങ്ങൾ ഈ രാജ്യത്ത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഇവിടെ വന്ന് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷ് അറിയാം എന്ന്, നിങ്ങൾ പ്രോപ്പറായിട്ട് സേഫായിട്ട് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് IELTS അല്ലെങ്കിൽ OET എന്ന് പറയുന്ന റിക്വയർമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ 10 പ്രാവശ്യം IELTS എഴുതി, നിങ്ങൾക്ക് 7 കിട്ടിയില്ല, നിങ്ങൾ മാൾട്ടയിൽ പോയി അവിടെ 1 വർഷം വർക്ക് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇതായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും UK വരിക എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. കാരണം അത് നിങ്ങളുടെ ലൈഫ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ മിസ്സാകത്തില്ല. നിങ്ങൾ ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ല എങ്കിൽ കുറേ നാൾ അവർ മിണ്ടാതിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എക്സ്പ്ലേഷൻ ആവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റൗണ്ട് റൂട്ട് എന്നതിനെക്കുറിച്ച് ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ലൈഫ് ഹാപ്പി ആകത്തുള്ളൂ. നമുക്ക് ഒരു പക്ഷേ എല്ലാവർക്കും വേണ്ട വലിയൊരു കാര്യവും നമ്മൾ ജോലി ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുക. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ തോന്നുക എന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ട കാര്യം. അപ്പം ഞാൻ എന്നോട് റിക്രൂട്ട്മെൻറ്റ് കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ UK എംപ്ലോയ്മെൻറ്റ് വരുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പോകുന്ന എംപ്ലോയറുടെ അടുത്ത് എങ്ങനെ വേക്കൻസി ഉണ്ടോ, എന്തുകൊണ്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ, നിങ്ങളെ വെൽക്കം ചെയ്യുന്ന സ്ഥലമാണോ, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണോ, ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു UK വരുന്നത് നമ്മൾ ജോലി ചെയ്യാനാണ് വരുന്നത്. നമ്മളുടെ 37 മണിക്കൂർ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു സമയത്ത് നമ്മൾക്ക് സാലറിക്ക് വേണ്ടി മാത്രം നമ്മൾക്ക് അധികം നാൾ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതേപോലെ ഈ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനോട്, നമുക്ക് ജോലി അറിയാം അല്ലെങ്കിൽ നമുക്കൊരു പണി അറിയാമെങ്കിൽ നമുക്ക് ആരും മുമ്പിലും മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാം. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്യാം. ഇങ്ങനെയുള്ള റൂട്ടുകളിൽ കൂടി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം നിങ്ങൾ ഇവിടെയാണ്, ഈ രാജ്യത്താണ് ജീവിക്കുക. നിങ്ങൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിയാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പക്ഷേ അതിനും ഒക്കെ സമയമെടുക്കും. ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, COS കിട്ടാൻ താമസമുണ്ടോ?
COS കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് താമസമുള്ള. ഹോം ഓഫീസ് ഇപ്പം ക്ലോസ്ഡ് ആണ്, പാർഷ്യലി അവർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എംപ്ലോയർക്ക് ഈ COS അലോക്കേഷൻ ഉണ്ടായിരുന്നു. ഈ അലോക്കേഷൻ ഏപ്രിൽ മാസത്തിലായിരുന്നു, ഏപ്രിൽ 6-ാം തീയതി ആയിരുന്നു അലോക്കേഷൻ വരേണ്ടത്. ഒത്തിരി എംപ്ലോയീസിന് അലോക്കേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് COS കിട്ടാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ലോക്ക്ഡൗൺ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യും. ഒരു കാര്യമുള്ളൂ, COSൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. പക്ഷേ ഹോം ഓഫീസ് എക്സെപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, COS എക്സ്പയർ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും തന്നെ COS വരും അതിനകത്ത്. ഇനി ഈ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. NMC രജിസ്ട്രേഷൻ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഫോറിൻ വെരിഫിക്കേഷൻ, നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും നടക്കാൻ വേണ്ടി ഇതാണ്. വാട്ട് അബൌട്ട് NHS ആൻഡ് നഴ്സിംഗ് ഹോം പെയ്ഡ് ലീവ്? ലീവുകളെല്ലാം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ലീവുകളാണ്. ആകെപ്പാടെ NHSഉം പ്രൈവറ്റും തമ്മിൽ ലീവിൻ്റെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, NHSൽ സിക്ക് പേ എന്ന് പറയുന്നത് നിങ്ങളൊരു ദിവസം സിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പേ കിട്ടും. ഇതാണ് NHSൻ്റെ പ്രത്യേകത. നഴ്സിംഗ് ഹോമിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പേ കിട്ടും. നിങ്ങളുടെ സാലറി ഇത്ര പെർസെൻറ്റേജ് ഗവൺമെൻറ് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പേ മാത്രമേ കിട്ടത്തുള്ളൂ. സെയിം മെറ്റേണിറ്റി പേയിലും ഉള്ള വ്യത്യാസം ഇതാണ്. NHSൽ 10 മാസത്തോളം നിങ്ങൾക്ക് മെറ്റേണിറ്റി പേ കിട്ടും. പക്ഷേ അത് നിങ്ങളുടെ സാലറി ഏകദേശം നിങ്ങളുടെ ഫുൾ സാലറിയുടെ അടുത്ത് തന്നെ കിട്ടും. കാരണം 50% ഗവൺമെൻറ്റും 50% എംപ്ലോയറുമാണ് വരുന്നത്. പക്ഷേ പ്രൈവറ്റിൽ വരുമ്പോഴത്തേക്കും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള മെറ്റേണിറ്റി പേ മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ലീവിൻ്റെ കാര്യത്തിൽ സിക്ക് പേ കിട്ടില്ല എന്നുള്ളത് മാത്രമേ, സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ മാത്രമേ കിട്ടത്തുള്ളൂ. കാത്തലാബ് വേക്കൻസി ഇതുവരെ ഞാനൊരു വേക്കൻസിയും കണ്ടിട്ടില്ല. കാത്തലാബിലേക്ക് അങ്ങനെ വേക്കൻസി ഇവിടെ കണ്ടിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാം. 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് എംപ്ലോയ്മെൻറ്റിലേക്ക് പോയിട്ട് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നപ്പം തീർക്കുന്നതിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻസ് വരാതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടി ഒന്ന് പറയുകയാണ്. ഒന്ന്, പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒത്തിരി ആൾക്കാർ റീസെൻ്റ്ലി ആയിട്ട് UK വരുന്ന ആൾക്കാർ ഇവിടെ വരുമ്പം പ്രഗ്നൻ്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് 2 മാസം കഴിയുമ്പം അവർ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അവർ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ ഒത്തിരി ആൾക്കാർ വളരെയധികം പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ, കാരണം അവർക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ ആരും സപ്പോർട്ടില്ല, ഫാമിലി. എൻ്റെ ദയവായിട്ടുള്ള റിക്വസ്റ്റാണ്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരിക്കലും ജോബ് കിട്ടാതിരിക്കില്ല. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ UKയിൽ വരിക എന്നുള്ള കാര്യമില്ലാതിരിക്കില്ല. നിങ്ങൾ ദയവായാലും പ്രഗ്നൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി കഴിഞ്ഞ് മെറ്റേണിറ്റി കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരുന്നതാണ്. 6 മാസം കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ ആയി ഫാമിലിയായിട്ട് നിങ്ങൾ വരിക. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ദയവായിട്ട് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ വരരുത്. കാരണം NHSൻ്റെ ഗൈഡൻസ് പ്രകാരം, അല്ലെങ്കിൽ എംപ്ലോയർ ഗൈഡൻസ് പ്രകാരം, മെറ്റേണിറ്റി ഗൈഡൻസ് പ്രകാരം നിങ്ങൾ 1 വർഷമെങ്കിലും എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടായി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞ് ആണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെറ്റേണിറ്റി പേ കിട്ടുകയുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മെറ്റേണിറ്റി പേ കിട്ടില്ല. അപ്പം നിങ്ങൾ വരുമ്പം നിങ്ങൾ 2 മാസം പ്രഗ്നൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടും. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് 54 ആഴ്ചയാണ് മെറ്റേണിറ്റി ലീവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. മെറ്റേണിറ്റി പേ നിങ്ങൾക്ക് എടുക്കാം. 24 വീക്ക് ലീവിന് എസെൻഷ്യലും 24 വീക്ക് നോൺ എസെൻഷ്യൽ എന്ന 2 കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ 10 മാസം അല്ലെങ്കിൽ 12 മാസം, 10 മാസം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മെറ്റേണിറ്റി ലീവും, പിന്നെ അതിൻ്റെ ശേഷം 1.5 വർഷം വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ്, ആ രീതിയിലാണ് ലീവ് വരുന്നത്. അപ്പം ഈ സമയത്ത് ലീവേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, സാലറി കിട്ടത്തില്ല. അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ വാടക കൊടുക്കണം, നിങ്ങളുടെ ജീവിത ചെലവ് വേണം. അപ്പം നിങ്ങൾ മെറ്റേണിറ്റി ലീവ് എടുത്തിട്ട് നിങ്ങൾ സാലറി ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത്, കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് വന്നാലും നിങ്ങളുടെ ഹസ്ബൻഡിന് ജോബ് ഉണ്ടെങ്കിൽ ജോബ് കിട്ടണം, ഇതെല്ലാം വേണം. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരരുത്. കാരണം ഇത് ശരിയാണ്, എല്ലാവർക്കും വരാനുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ ഒരിക്കലും ചെയ്യില്ല. നിങ്ങളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒത്തിരി, കാരണം പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്ങൾക്ക് പോകാൻ പറ്റില്ല, കൃത്യമായിട്ട് ഓസ്കി ട്രെയിനിങ്ങിന് ഇത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വരിക. കാരണം എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന് ഒത്തിരി പേര് വിളിക്കുന്ന ഇതാണ്, നാട്ടിൽ പോകണം. പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ഇതുവരെ ഡയറക്റ്റ്, ഇന്നാണ് കൊച്ചിയിലേക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അനൗൺസ് ചെയ്ത് 16-ാം തീയതി ലണ്ടൻ ഹീത്രോയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. കൂടുതൽ ഫ്ലൈറ്റുകൾ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം അവരെ ഹസ്ബൻഡിനെയോ മറ്റുള്ളവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇനി ഹസ്ബൻഡിനെ ഇപ്പോൾ കൊണ്ടുവന്നാലും ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ മെറ്റേണിറ്റി പോവുകയാണെങ്കിൽ
വീടിൻ്റെ വാടക കൊടുക്കണം. ഏതൊരു വീടിനും 500 അല്ലെങ്കിൽ 600 പൗണ്ട് വാടകയുണ്ട്. അപ്പോൾ ആ വാടക കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാകണം. കാരണം നിങ്ങൾക്ക് മെറ്റേണിറ്റി പോയി കഴിഞ്ഞാൽ പിറ്റേ മാസം കൊണ്ട് നിങ്ങൾക്ക് സാലറി ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാലറി ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജോലി കിട്ടുക എന്ന് പറയുന്നതും ഇതാണ്. അടുത്ത 1-2 മാസത്തേക്ക് പുതിയ ഓപ്പണിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം NHS ഇപ്പം പ്രത്യേകിച്ച് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ സപ്പോർട്ട് വർക്കർ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്. സോഷ്യൽ വർക്കർ വേക്കൻസി, ഒത്തിരി സോഷ്യൽ വർക്കർ വേക്കൻസി ഉണ്ട്. പ്രത്യേകിച്ച് ചിൽഡ്രൻസിൻ്റെ ഇതിൽ മാത്രമാണ് ഇവിടെ വേക്കൻസി കൂടുതലുള്ളത്. മെൻ്റൽ ഹെൽത്തിൽ കുറച്ച് വേക്കൻസി ഉണ്ട്. ചിൽഡ്രൻസിൻ്റെ ആണ് വേക്കൻസി ഉള്ളത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ജോബാണ്, ഈസി ജോബല്ല. സോഷ്യൽ വർക്കേഴ്സിൻ്റെ ജോബ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ വർക്കേഴ്സിൻ്റെ അടുത്ത് നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുക്കണം എന്നതാണ്. NMC രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ടോ എന്ന് NMC രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. 6 മാസം ആപ്ലിക്കേഷൻ ഒന്നും ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ എക്സ്പയർ ആയി പോകും. നിങ്ങൾ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഈ ഫ്രഷേഴ്സിനോടും അതേപോലെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉള്ളവരോടും എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി തൊട്ട് സ്കൈപ്പ് ഇൻ്റർവ്യൂസ് ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫേസ് ടു ഫേസ് ഇല്ല. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലോ ഫിലിപ്പീൻസിലോ പോയി മാത്രമേ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു NHSന് ഇൻ്റർവ്യൂ നടത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കൂടി വന്നാൽ ദുബായിൽ ചെയ്യാം. അതല്ലാതെ വേറെ എവിടെയും ദുബായ് ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള ഓപ്ഷനില്ല. അപ്പം ഇന്ത്യയിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഉദാഹരണം ഞങ്ങൾ കൊച്ചിയിൽ വെച്ച് എല്ലാ മാസവും ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പം അവിടെ വരുന്ന 100 പേരോ 200 പേരെയാണ് എംപ്ലോയർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതിൽ നിന്നാണ് അവർക്ക് വേണ്ട 100 പേരെ 150 പേരെ അവരെടുക്കുന്നത്. കറക്റ്റ്. ആ സ്ഥാനത്ത് ഒരു സ്കൈപ്പ് ഇൻ്റർവ്യൂ വരുമ്പം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ആപ്ലിക്കൻസ് എല്ലാ രാജ്യത്തു നിന്നുള്ളവരുണ്ട്. അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ 10 പേരെ ഒരു ദിവസം 10 പേരെയാണ് NHS ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് 10 പേരെ എടുക്കണം എന്നല്ല. ആ 10 പേരിൽ 5 പേരെ ചിലപ്പോൾ ഇന്ത്യക്കാരുണ്ടാവുള്ളൂ. ബാക്കി 5 പേര് ബാക്കി രാജ്യക്കാരായിരിക്കും. ആഫ്രിക്കയിൽ നിന്നുള്ളവരാകാം, സൗത്ത് കരീബിയൻ രാജ്യത്തു നിന്നുള്ളതാകാം, ഓസ്ട്രേലിയയിൽ നിന്നാകാം, എവിടെ നിന്നാകാം. അപ്പം ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂവർ പാനലിനെ സംബന്ധിച്ച് 2 പേരായിരിക്കും ഇത് ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അവർ 10 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആ 10 പേരിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ മുഴുവൻ പേരെ എടുക്കാം, അല്ലെങ്കിൽ 5 പേരായിരിക്കും എടുക്കുന്നത്. അപ്പം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരോടാണ്. അപ്പം ബാക്കി എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ 12 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയർ എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യും. ഇതാണ് ഇത്. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇന്ത്യ പോലെ തന്നെ വളരെയധികം ആപ്ലിക്കൻസ് വരുന്ന രാജ്യമാണ് ഫിലിപ്പീൻസിൽ നിന്ന്. ഒത്തിരി ആപ്ലിക്കൻസ് ഉണ്ട്. അതേപോലെ കരീബിയൻ രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. കരീബിയൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ഇപ്പോൾ ഉദാഹരണം ഞാൻ വെസ്റ്റ് ഇൻഡീസിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഒരു ബാരിയല്ല. അതുകൊണ്ട് അവരൊരിക്കലും ഒരു സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യുമ്പം അവർക്ക് പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഇംഗ്ലീഷാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയോ മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് തെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പേടിക്കണം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്ന ഇപ്പം അങ്ങനെയുള്ളതുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ കോമ്പീറ്റ് ചെയ്യുമ്പം ഇന്ന് ലോകത്തിൽ മറ്റേത് രാജ്യത്തേക്കാളും കൂടുതൽ ഇന്ന് NHS പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ നേഴ്സുമാരെയാണ്. അത് ഇന്ത്യൻ നേഴ്സുമാരുടെ ഹാർഡ് വർക്ക് കൊണ്ടും പ്രത്യേകിച്ച് കേരളത്തിലുള്ള നേഴ്സുമാരെയാണ് അവർ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും ഞങ്ങൾ 1-2 ഇൻ്റർവ്യൂസ് 3-4 ഇൻ്റർവ്യൂസ് ഞങ്ങൾ ഡൽഹി വെച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഉള്ള എല്ലാ ഇൻ്റർവ്യൂസും കൊച്ചി വെച്ച് നടത്താനുള്ള റീസണും ഇതാണ്. ഫിലിപ്പീൻസിൽ പോയി ചെയ്തുകൊണ്ടിരുന്ന പല റിക്രൂട്ട്മെൻറ്റുകളും ഇത് ചെയ്തു. ഇനി വളരെയധികമായിട്ട് കൊച്ചിയിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് കൊച്ചിയിലൊരു ഓഫീസുണ്ട്. അപ്പം ഞങ്ങൾക്ക് കേരളത്തിൽ ഒത്തിരി ആപ്ലിക്കേഷൻ കാണുന്ന വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഫേക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് ഫേക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് UK വരരുത്. ഒരു പക്ഷേ നിങ്ങളറിയുന്ന പലരും വന്നിട്ടുണ്ടാകാം, വരാൻ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ ദയവ് ചെയ്ത് വരരുത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ആയിരിക്കും. ആ ഒരു ഇതിന് ദയവ് ചെയ്ത് എൻവെർട്ടിസ് വഴിയാകട്ടെ ഏത് ഏജൻസി വഴിയാകട്ടെ നിങ്ങൾ വന്നോ, നിങ്ങൾ വിചാരിക്കും അവർ ചിലപ്പോൾ നിങ്ങളെ ഏത് ഏജൻസിയാണ്. ഇപ്പം ഞങ്ങളൊരിക്കലും ആണെങ്കിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കില്ല. ഞങ്ങളുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളത് എടുക്കില്ല.
അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അടുത്തും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഞങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചില ഏജൻസികൾ, എൻ്റെ അറിവിൽ തന്നെ എനിക്കറിയാം, കേരളത്തിലുള്ള പല ഏജൻസികളും നിങ്ങൾ 10,000-40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരും. അവർ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരും. അവർ പറയും ഒരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ കുഴപ്പമുണ്ടാകുന്നത് അവർക്കല്ല, കുഴപ്പമുണ്ടാകുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതം റിസ്കിലാക്കരുത്. നിങ്ങൾ 5 വർഷം ഗ്യാപ്പുണ്ടോ, 10 വർഷം ഗ്യാപ്പുണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് 5-6 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK വരാം. അപ്പോൾ സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ UK വരുന്നത് ഒരു പക്ഷേ 6 മാസം താമസിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് നിങ്ങളിത് ചെയ്യും. ആൽഡ്രെ ഹോസ്പിറ്റലിൽ നിന്ന് COS വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു, പേഴ്സണലി ഒരു റിക്രൂട്ട്മെൻറ്റിനും നടക്കുന്നില്ല, എല്ലാ റിക്രൂട്ട്മെൻറ്റിലും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട് വിസ അടിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മാർച്ച് 22 ശേഷം ഒരാളെ പോലും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് നല്ല ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എല്ലാ റിക്രൂട്ട്മെൻറ്റിലും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലായി ഇതുണ്ടാവും. ഒരേ സമയത്ത് 2 രജിസ്ട്രേഷൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. 2 രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും കുഴപ്പമില്ല, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഇനി ഒരു ആൾക്കാർ ചോദിക്കുന്ന ഏജൻസി ചൂസ് ചെയ്യുന്നത്, ഏജൻസി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുന്നൊരു ഏജൻസി ചൂസ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഏജൻസി പ്രോപ്പറായിട്ട് രജിസ്റ്റേർഡ് ആണോ, അവർക്ക് മിനിസ്ട്രിയുടെ MIയുടെ ലൈസൻസ് ഉണ്ടോ. MIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ചെക്ക് ചെയ്യാം. ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അവർ കുറേ കാലങ്ങളായിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുക. അവർക്ക് അതിനകത്ത് കൃത്യമായ നോളജ്. കാരണം ഒരു ഏജൻസിയും പൈസ ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഏജൻസി യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഇവിടെയുള്ള ഒരു ഏജൻസി, പ്രത്യേകിച്ച് ഇവിടെയുള്ള ചില ഫേംസുകൾ ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനതത്ര റെക്കമെൻഡ് ചെയ്യില്ല എപ്പോഴും. ഇപ്പം നിങ്ങൾ UK വരണമെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷനും, 3 രീതിയിൽ നിങ്ങൾക്ക് UK വരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്ത് വരാം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് വരാം. രണ്ടാമത്തത്, നിങ്ങൾക്ക് UK ഏതെങ്കിലും ഒരു ഏജൻസിയെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരാം. മൂന്നാമത്തത്, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഏജൻസി യൂസ് ചെയ്തിട്ട് വരാം. ഇന്ത്യയിലുള്ള ഏജൻസികളെല്ലാം തന്നെ UK ഏതെങ്കിലും ഒരു ഏജൻസിയുടെ സബ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം, നിങ്ങൾ ഒരു ഏജൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യത്തിനകത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരു പൈസയും അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ആണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഒരു ഏജൻസി ചൂസ് ചെയ്ത് വരുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഇതാണ്, കാരണം കുറച്ചും കൂടി നിങ്ങൾക്ക് സപ്പോർട്ടീവാകും, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും ഇത് ചെയ്യുന്നു. അപ്പം ദയവ് ചെയ്തിട്ട് ഏജൻസികളെ ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഏജൻസിയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പുതിയ പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പം അവർക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടോ, അവർക്ക് കൃത്യമായിട്ട് ഓഫീസുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് അവർക്ക് ഓഫീസ് ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, അവർക്ക് ലൈസൻസ് ഉണ്ടോ, അവർ ലൈസൻസ്ഡ് അപ്രൂവ്ഡ് റിക്രൂട്ടർ ആണോ. കാരണം ഒരു അപ്രൂവ്ഡ് റിക്രൂട്ടർ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ അവർക്കൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ഉദാഹരണം എൻവേർട്ടീസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. UK ഇതാണ് അത്. അപ്പം ഞങ്ങൾക്ക് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ലൈസൻസ് ഇല്ലാത്തൊരു കമ്പനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ചെയ്യുന്ന 1-2 എന്താ പറയുക ഉടായ്പകളുണ്ട്. ഈ നഴ്സുമാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നഴ്സുമാർ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലൊരു പ്രവണത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവേ നഴ്സുമാരെ പറഞ്ഞാൽ വെച്ചാൽ ഒരു 50 ഒരു 4-5 ഏജൻസികളിൽ ഒരേ സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പം ഈ ആപ്ലിക്കേഷൻ കൊടുക്കും, ഒരേ സമയത്ത് 5 ഏജൻസി വഴി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, 5 പേരുടെയും ഓഫർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അത് മാത്രം ചെയ്യരുത്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി വഴി പോകും, ബാക്കി 4 ഏജൻസിക്കാരും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, മിണ്ടത്തുമില്ല, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ല. ഇതാണ് പൊതുവെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം. അപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, എംപ്ലോയറുടെ മുമ്പിൽ ആ ഏജൻസിക്ക് നാണക്കേടുണ്ടാകുന്നു. കാരണം അവർ വഴി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ് വരാതാകുമ്പോഴത്തേക്കും
അതിനകത്ത് നാണക്കേടുണ്ടാകുന്നു. ഒന്നത്. രണ്ടാമത്തത് എംപ്ലോയർ ഭയങ്കരമായിട്ട് അവർക്ക് ഇതുണ്ടാകുന്നു. കാരണം വളരെയധികം എഫേർട്ട് വേണം ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മാനേജർ ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരുടെ ടൈം കണ്ടെത്തി വളരെ ഇതായിട്ടുള്ള പേഷ്യൻ്റ് കെയർ മാറ്റി വെച്ചിട്ടാണ് അവർ വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന അവരെ സമയം വേസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇതിന് പിന്നിൽ ഒത്തിരി വർക്കുകളുണ്ട്. ഒരു ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ നിങ്ങൾ അറിയുന്ന പോലെയല്ല, ഒത്തിരി കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഈ കോർഡിനേഷൻസ് ഇല്ലാതാവുന്നു. അപ്പം അതുകൊണ്ട് ഒന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുക, ആ ഒരു ഏജൻസി വഴി നിങ്ങൾ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. നിങ്ങൾ അതല്ല, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് അറിയിക്കുക, അവരെ നോട്ടിഫൈ ചെയ്യുക. അപ്പം ഉദാഹരണം പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞ അതിനകത്തുള്ള ഒരു ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുള്ള 2 കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. പല ഏജൻസികളും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പം അവരെന്ത് ചെയ്യും, നിങ്ങളുടെ പേരിൽ അവർ NMCയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അവർ നിങ്ങളുടെ പേരിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ കയ്യിലായിരിക്കും നിങ്ങളുടെ NMCയുടെ യൂസർ നെയിമും പാസ്വേഡും. അപ്പം നാളെ നിങ്ങൾ ആ ഏജൻസി വേണ്ട എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ജോബ് തരാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരാൻ പറ്റിയില്ലെങ്കിലും എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പേര് അവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇമെയിൽ ഐ ഡിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഇപ്പം അരുൺ തോമസ് എന്നാണ് എങ്കിൽ, നിങ്ങളുടെ ആക്ച്വൽ ഇമെയിൽ ഐ ഡി അരുൺ തോമസ് ജിമെയിൽ എന്നാണെങ്കിൽ, അവർ ചിലപ്പം എന്ത് ചെയ്യും, നിങ്ങൾ അവർക്ക് CV ഡോക്യുമെൻറ്റ്സ് അയച്ചു കഴിയുമ്പോഴത്തേക്കും ഉടനെ അവർ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അത് അരുൺ തോമസ് @outlook.com എന്ന് പറഞ്ഞിരിക്കും. അപ്പം അവർ ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ പേര് ക്രിയേറ്റ് ചെയ്തു, ഒരു NMC അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ അവരുണ്ടാക്കി. അപ്പം നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നാഷണാലിറ്റിയും എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നാളെ അവരെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പാസ്വേഡ് കയറ്റി നിങ്ങളുടെ NMC അക്കൗണ്ടിൽ കയറി അവർ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NMC അക്കൗണ്ടിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അവരോട് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുമ്പോൾ പല ആൾക്കാരും പൈസ വയ്ക്കുന്നത്. ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ എന്നുള്ള പല ഏജൻസികളും ഇത് ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പം ഒത്തിരി ആൾക്കാർ ആ ഒരു രീതിയിലുണ്ട്. ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിന് നിൽക്കരുത്. ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാ ഏജൻസികളും ഇന്ന് ഒരു സർവീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരുമാതിരി എല്ലാ ഏജൻസികളും സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. ആൾക്കാർ 10 സ്ഥലങ്ങളിൽ പോയി പകുതിയെടുത്ത് പോയി, ഇപ്പം 10 പേരെ ഇൻ്റർവ്യൂ ചെയ്തു, ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു, ആ 10 പേരും ആ ഓഫർ എടുത്തില്ല, ആ ഓഫർ വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഏജൻസി സത്യം പറഞ്ഞാൽ എംപ്ലോയറുടെ മുന്നിൽ നാണം കെടുക്കണം. അവർ പ്രൊഫഷണൽ അല്ല, ക്വാളിറ്റിയുള്ള കാൻഡിഡേറ്റ്സിനല്ല സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ എംപ്ലോയറുടെ മുമ്പിൽ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ് പോകുന്നത്. രണ്ടാമത്തത്, അതുവരെ കാരണം ഒരു ഏജൻസിക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ് ഇത് ചെയ്യുന്നത്. അത് നേഴ്സ് UK വന്ന് 2 മാസമോ 3 മാസമോ കഴിഞ്ഞാൽ അവരല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോഴാണ് ആ പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം ആ പേയ്മെൻറ്റ് വരാതെ കിട്ടില്ല. അപ്പം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാശ് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് സർവീസ് എഗ്രിമെൻറ്റ് ഇത് ചെയ്യുന്നത്. ആ സർവീസ് എഗ്രിമെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനകത്ത് കൃത്യമായി നിങ്ങൾ അല്ലാതെ യാതൊരു ചാർജുകളും അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇനി ഒത്തിരി ആൾക്കാർ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ 2 ആഴ്ച മുമ്പ് ഇതിനെക്കുറിച്ച് പോസ്റ്റ് എഴുതിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UK ആയിക്കോട്ടെ, കാനഡയിൽ പോകട്ടെ, ഇന്നലെ ഒരു പരസ്യം ഞാൻ കണ്ടതാണ്. കാനഡയിലേക്ക് അടിയന്തരമായിട്ട് 5000 നേഴ്സുമാരെ വേണം, $7,500 കനഡിയൻ ഡോളർ പെർ മന്ത് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡീറ്റെയിൽസ് പരസ്യങ്ങൾ വരുന്നുണ്ട്. ദയവേത് നിങ്ങൾ പരസ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഏതൊരു പരസ്യത്തിൻ്റെയും താഴെ അല്ലെങ്കിൽ ആ പരസ്യം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒതൻറ്റിക് പരസ്യമാണോ എന്നറിയുക, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ പരസ്യത്തിന് താഴെ കൃത്യമായിട്ട് ആ കമ്പനിയുടെ ഒരു ആളെ പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുക. ആ കമ്പനി എത്ര, അല്ലെങ്കിൽ ആ പ്രൊഫൈലുള്ളത് അതൊരു ജെന്യുവൻ പ്രൊഫൈലാണോ. ഏതൊരാളുടെയും പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ജെന്യുവൻ പ്രൊഫൈലാണോ അതൊരു ഫേക്ക് പ്രൊഫൈലാണോ എന്ന് മനസ്സിലാക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാവും. രണ്ടാമത്തൊരു കാര്യം, ഒരു ആൾ ഒരു ജെന്യുവൻ അഡ്വർടൈസ്മെൻ്റ് ആണ് എങ്കിൽ കൃത്യമായിട്ട് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകും. ആ കമ്പനിയുടെ ഓഫീസ് അഡ്രസ്സ് ഉണ്ടാകും, കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാകും, ഫോൺ നമ്പർ ഉണ്ടാകും, വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അത് നോക്കുക. അതല്ല എങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് നമ്പറോ ഫോൺ നമ്പറോ കൊടുത്തിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് എങ്കിൽ ദയവ് ചെയ്ത് അതിൽ നിൽക്കാതിരിക്കുക. ഇനി ചില കമ്പനികൾ അവരുടെ ഓഫീസ് അഡ്രസ്സ് കൊടുക്കാറില്ല.
പരസ്യത്തിനകത്ത് ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൊടുക്കാറുള്ളൂ. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക, ഗൂഗിളിൽ പോയി നോക്കുക, അല്ലെങ്കിൽ ഒരുമാതിരി എല്ലാ കമ്പനികൾക്കും തന്നെ എന്താ പറയുക ഫേസ്ബുക്ക് പേജുകളുണ്ടാകും. ആ ഫേസ്ബുക്ക് പേജിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആ കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിൽ റിവ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻവർട്ടിസിൻ്റെ ആണെങ്കിൽ എൻവർട്ടിസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്. എൻവർട്ടിസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂസ് ഉണ്ട്. ഒരു 10 റിവ്യൂസ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ കമ്പനിയെക്കുറിച്ച്. നിങ്ങളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനം നിങ്ങൾ ഓൺലൈൻ വാങ്ങുവാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം. അപ്പം ഒരു വെബ്സൈറ്റും ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഒരുമാതിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും അവർ യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് ശരിക്കും അവരുടെ ഡൊമൈൻ അഡ്രസ്സ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എൻവർട്ടിസിലാണ് എങ്കിൽ ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ jobs@envertis.com, അതല്ലാതെ UK job@gmail.com അല്ലെങ്കിൽ ukvis@gmail.com, yahoo.com ഇങ്ങനെയുള്ള ഇതൊന്നും വളരെ അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഇനി അപ്പം അത് കൃത്യമായിട്ട് മേക്ക് ഷുവർ ചെയ്യുക. ദയവ് ചെയ്ത് എന്നാലും കിട്ടിയാലോ എവിടെയെങ്കിലും ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കരുത്. കാര്യം ഇൻ്റർനാഷണൽ ഇയറൊക്കെയാണ്. നേഴ്സുമാരെ വളരെയധികം ഇന്ന് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന സമയമാണ്. ആ നേഴ്സുമാരെ തന്നെ തേക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ദിവസവും ഉണ്ട്. ഇനി വിസ കിട്ടിയവരുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്ന ചിത്രമേ ഉള്ളൂ. ഹോം ഓഫീസ് നിങ്ങളുടെ വിസ എക്സ്പയർ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പുതിയ ഒരു വിസ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറി ഹോം ഓഫീസ് വെബ്സൈറ്റിലൊരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യല്ല, ഹോം ഓഫീസിനൊരു CH എന്ന് പറഞ്ഞൊരു ഇമെയിൽ ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ഇമെയിൽ അയക്കണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇമെയിൽ അയക്കുക. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആ ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അവർ നോട്ടിഫൈ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പുതിയ വിസ അതിനകത്ത് അടിച്ചു തരും. ഫ്രീ ആണ്, യാതൊരു ചാർജുകളും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ VFSൻ്റെ സെൻറ്റേഴ്സും അടച്ചിരിക്കുകയാണ്, തുറന്നിട്ടില്ല. തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതല്ലാതെ ഇപ്പോഴത്തെ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇരിക്കില്ല. എൻവർട്ടിസ് എന്തൊക്കെയാണ് എൻവർട്ടിസ് ശരിക്ക് ഒരു ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്. UK ഒരു ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയായിട്ടാണ് UK രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇന്ത്യ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് പ്രസൻ്റ് നേഴ്സുമാർ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന റേഡിയോഗ്രാഫേഴ്സ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. റേഡിയോഗ്രാഫേഴ്സിന് ഇവിടെ ഒത്തിരി വേക്കൻസികൾ വരുന്നുണ്ട്. നേഴ്സുമാരെ പോലെ വേക്കൻസി ഇല്ല. നിങ്ങൾക്കറിയാലോ, ഒരു ഹോസ്പിറ്റലിൽ 1000 റേഡിയോഗ്രാഫേഴ്സിന് അല്ല 100 റേഡിയോഗ്രാഫറിൻ്റെ ആവശ്യമില്ല. 15 20 ആ ഹോസ്പിറ്റൽ കപ്പാസിറ്റി അത്രയോ റേഡിയോഗ്രാഫേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഈ ഇതാണ് നമ്മൾ. അതേപോലെ ഇത് ചെയ്യുന്നത് ഒന്ന് ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മൾ പല ഹോസ്പിറ്റലുകളോടും സംസാരിക്കുന്നു. ഇത് പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റുകാരെ എടുക്കാനായിട്ട് ആൾക്കാർ അല്ല ഹോസ്പിറ്റലുകാർ ബുദ്ധിമുട്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന 3000 പൗണ്ട് കോസ്റ്റ് ഉള്ളതാണ്. അപ്പം അവർക്ക് യൂറോപ്പിൽ നിന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ എടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് അത്രയും കോസ്റ്റ് വരുന്നില്ല. അപ്പം അതാണ്. പിന്നെ വരുന്നത് ഈ മെയിൻ കാറ്റഗറിയാണ് ഫിസിയോതെറാപ്പി, റേഡിയോഗ്രാഫേഴ്സ്, നഴ്സസ്. ഈ 3 ഇതിലാണ്. ഡോക്ടേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ ഓഫീസ് സ്പേസും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പക്ഷേ കോൺട്രാക്റ്റുമുണ്ട്. കോവിഡ് ആയതുകൊണ്ടാണ് അത് നിർത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. ഇതാണ്. അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഇതാണ്. UK ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റിൽ പെടാത്തൊരു ടോപ്പിക്കാണ് ഇതിനകത്ത് ഉള്ളത്, സ്റ്റുഡൻറ്റ് വിസ. UK പഠിക്കാൻ വരുന്നത് കൊണ്ടുള്ളത്. കഴിഞ്ഞ വർഷം ഹോം ഓഫീസ് അനൗൺസ് ചെയ്തിരുന്നു, UK സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഇവിടെ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 1 ഇയർ ഒരു കോഴ്സ് 1 ഇയറിൻ്റെ ഏറ്റവും കുറഞ്ഞ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്നത് 2 വർഷത്തേക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നു. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. PSW എന്ന് പറയും. പണ്ട് 2011 അത് ഇല്ലാതായ ഒരു സ്കീമാണ്. 2011 അത് എന്നുവെച്ചാൽ 1 വർഷത്തെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം നിങ്ങൾ പഠിച്ച കോഴ്സിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്യാനും. അതേപോലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ജോബ് ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഇതാണ് 2 വർഷം നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാനുള്ള അവസരം. 2011 അത് വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. പക്ഷേ അതിനെക്കുറിച്ച് അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. UK പഠിക്കാൻ വരാം, ചിന്നനായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ കൃത്യമായിട്ട് വരാം.
പക്ഷേ പഴയ പോലെ നിങ്ങൾ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതാണ്. ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യണം. ഉദാഹരണം ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജോലി കിട്ടും. അതിന് ജോലി എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം വേക്കൻസികളുണ്ട്. കാരണം ഒരാൾ Tier 4 സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാലറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരാളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ട ഗൈഡൻസ്, ഈ അഡ്വർടൈസ്മെൻറ്റുകളോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ റിക്വയർമെൻറ്റ്സിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഫിൽറ്ററിന് ജോലി കിട്ടുക വെച്ചാൽ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് എനിക്കറിയില്ല. ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനാണ്. വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആൾക്കാർ ചോദിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേരെന്താണ്? എൻ്റെ കമ്പനിയുടെ പേര് എൻവേർട്ടിസ് എന്നാണ്. ആരെങ്കിലും സ്റ്റാഫ് ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അത് താഴെ ഷെയർ ചെയ്യും, കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യും. അപ്പം വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇനി UK കുറിച്ചുള്ള എന്ത് കാര്യമായിക്കോട്ടെ എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഫൈനലി ഒരു കാര്യം, എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ എല്ലാവരും അടുത്തും തോന്നുന്നു. ഞാൻ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. GLP എന്ന് പറയുന്ന പ്രോഗ്രാം ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നു. HEയും NHSും അല്ലെങ്കിൽ HE റിക്രൂട്ട്മെൻറ്റും GLPയും എന്താണ്, അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്പർ ഓഫ് കമ്പനികൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് HE വഴി, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 2 രീതിയിൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഒരുപക്ഷെ അവിടെ ഒരു ഓവർസീസ് ടീം ഉണ്ടാവില്ല, ഒരു പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽ ട്രെയിനിങ് ഉണ്ടാവില്ല. അപ്പം എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. അതാണ് നിങ്ങളുടെ ഇഷ്യൂസ്. അപ്പം ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും കിട്ടും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഉദാഹരണം എൻവൈറ്റിസിലാണെങ്കിൽ ഒരു കാൻഡിഡേറ്റ് നിങ്ങൾക്ക് CBT പഠിക്കാനുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, CBTക്കുള്ള ട്രെയിനിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, NMC രജിസ്ട്രേഷൻ നിങ്ങളെ സഹായിക്കും, വിസ ആപ്ലിക്കേഷൻ സഹായിക്കും. എല്ലാ ഏജൻസികളും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡയറക്റ്റ് പോകുമ്പോൾ നിങ്ങൾ ചെയ്യണം. അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് NHSൻ്റെ എഡ്യൂക്കേഷൻ വിങ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ട്. അവർ NHSൻ്റെ തന്നെ കുറച്ച് ഹോസ്പിറ്റലുകളെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നു. അവർ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. കാരണം അവർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഗ്ലോബൽ ലേണേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കീം വഴിയാണ് ഓവർസീസ് എന്നുള്ള വെള്ളം കുടിച്ചോട്ടെ കേട്ടോ, സോറി. GLP എന്ന് പറയുന്നുള്ള ഒരു പ്രോഗ്രാം വഴിയാണ് ഓവർസീസ് എന്നുള്ള നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഓഡപ്പെക്ക്, അതേപോലെ ഇപ്പം TNAI ഇവർക്കൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. അവരാണ് ഇന്ത്യയിൽ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ട് ഏകദേശം 10-12 ഹോസ്പിറ്റലുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ GLP പ്രോഗ്രാം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ GLP പ്രോഗ്രാമിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ലേണേഴ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം പ്രകാരം ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൺ ലേൺ റിട്ടേൺ എന്നതാണ് ആ പ്രോഗ്രാമിൻ്റെ പോളിസി. അപ്പം നിങ്ങൾ സമ്പാദിക്കുക, പഠിക്കുക, തിരിച്ചു പോവുക, റിട്ടേൺ, ഇതാണിത്. അപ്പം ഈ ഒരു ഇതിലാണ് ഇനീഷ്യലി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ട് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, ഗ്ലോബൽ ലേണേഴ്സ് റിക്രൂട്ട് ചെയ്തത്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഗൂഗിളിലും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പം സെയിം പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം പ്രകാരം നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടാകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടിൻ്റെ ഒരു ലീഡായിട്ടുള്ള ഒരാളോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അവരുടെ റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അവരോട് വളരെ അടുത്തുള്ള ഒരു ഒഫീഷ്യൽ സോഴ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞ പ്രകാരം ഏൺ ലേൺ റിട്ടേൺ എന്ന് പറയുന്ന ആ പ്രോഗ്രാം അവർ അബോളിഷ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ സ്കീമിൽ തിരിച്ചു പോകേണ്ട ആവശ്യകതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർസീസ് നേഴ്സുമാർക്ക് ഇത് ചെയ്യാം, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇനി ആ പ്രോഗ്രാമിൽ വരുന്നത് കൊണ്ടുള്ള ഒരു ഞാൻ കാണുന്ന ഒരു ഇത് ഒരു പക്ഷേ ഇത് ഒത്തിരി ആൾക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ
ഈ ODEPEC-ൻ്റെ ഈ പ്രോഗ്രാം വഴി നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നുവെച്ചാൽ ഗവൺമെൻറ് നേഴ്സാണ് എങ്കിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് എങ്കിൽ, കേരള ഗവൺമെൻറ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ് എങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ലീവ് എടുത്തിട്ട് വരാം. അതല്ലാതെ ഈ വഴിയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലീവ് കിട്ടും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം 5 വർഷത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം നിങ്ങൾക്ക് ലീവ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. സാധാരണ ഇപ്പം എൻവെർട്ടിസ് വഴി വരുന്ന പല ആൾക്കാരും ജോലി റിസൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കാരണം ഇവിടെ വരുന്ന ഒരാളും തിരിച്ചു പോകാൻ പോകുന്നില്ല. അപ്പം അത് 100% ഉറപ്പാണ്. അപ്പം ആ ജോലി അവിടെ ലീവ് എടുത്ത് വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അപ്പോൾ അത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വേറൊരു നേഴ്സിന് നാളെ ആ ഒരു വേക്കൻസി ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ആ ഒരു രീതിയിലാണ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ODEPEC-ഉം കേരള ഗവൺമെൻറ്റുമായിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരം കേരള ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ODEPEC വഴി വരുവാണെങ്കിൽ ഈ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ നിയമപ്രകാരം തിരിച്ചു പോകണ്ട എന്നാണ് അറിഞ്ഞത്. പക്ഷേ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒഫീഷ്യലായിട്ട് കിട്ടിയാൽ മാത്രമേ ഇതാകുന്നു. ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങളിൽ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. എനിക്കത് ഒരുമാതിരി അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് HSCയും NHS നമ്മൾ വ്യത്യാസം ഉണ്ടോയെന്ന്. ഒരു വ്യത്യാസവുമില്ല, സെയിം തന്നെയാണ്. ഒരു വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അത് അയർലൻഡിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസങ്ങളുമില്ല. സെയിം ഇതാണ് ഉള്ളൂ. എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടായിരുന്ന എല്ലാ ടോപ്പിക്കുകളും തന്നെ ഇത് ചെയ്തു. അപ്പം ഒരു കാര്യം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, കോവിഡ് ആരോടും പറഞ്ഞിട്ട് വന്നതല്ല, ആരും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ തൽക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ ശരിയായി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം വീണ്ടും ശരിയാവും, തിരിച്ചു വരാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ കമൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുകയാണ് എന്തെങ്കിലും ഇതുണ്ടോയെന്ന്. OET എക്സാമിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ജൂൺ മാസം തൊട്ട് എക്സാം ഉണ്ടാകും എന്നാണ്. പ്രത്യേകിച്ച് 18-ാം തീയതിയോട് കൂടി എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു പിക്ചേഴ്സ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഫാർമസിസ്റ്റിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഫാർമസി കൗൺസിൽ UK എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അവരുടെ വെബ്സൈറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അറിവ് പ്രകാരം നിങ്ങളിവിടെ വന്ന് ഒരു 1 ഇയർ കോഴ്സ് ചെയ്യണമെന്നാണ് അതിൽ. HSCയുടെ ഡിഫറൻസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. UKയുടെ ഇതിനകത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ബർത്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി അല്ല. എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. എന്തെങ്കിലും ഇതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഇതുണ്ട് എങ്കിൽ ഞാൻ സമയം കിട്ടുമ്പം ഇതിൻ്റെ താഴെ എന്താ പറയുക. അപ്പം ദയവായിട്ട് എല്ലാവരും പറയാനുള്ളതാണ്, സ്റ്റേ സേഫ്. പ്രത്യേകിച്ച് റൂൾസ് ലോക്ക്ഡൗണിൻ്റെ ലിഫ്റ്റാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക, സേഫായിട്ട് നിൽക്കുക. കാരണം സേഫ്റ്റിയാണ്. എന്നോട് ജോലിക്ക് നാളെ UK വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യം നമ്മൾ സേഫ് ആകുക എന്നിട്ടേ ഉള്ളൂ. ഇവിടെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒത്തിരി കാര്യങ്ങളും അതിൻ്റെ റേറ്റുകളെല്ലാം കുറഞ്ഞു, കാര്യങ്ങൾ ബാക്ക് ടു നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.